വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5ന്റെ പേരെന്താണെന്ന് അറിയോ? ഷെയർ ആൻഡ് കെയർ. അപ്പോൾ നമുക്കറിയാം ഷെയർ ചെയ്യേണ്ടതിൻ്റെയും കെയർ ചെയ്യേണ്ടതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആവശ്യമാണ് കെയർ എന്ന് പറയുന്നത്. ഈവൻ ഒരു മൃഗത്തിന് പോലും കെയർ എന്ന് പറയുന്ന സംഭവം വേണം അല്ലേ? അപ്പോൾ നമുക്ക് കെയറിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. ഇനി ഷെയർ ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കുള്ളത് മറ്റൊരാൾക്കുമായി ഷെയർ ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ട്? വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ ഷെയർ ആൻഡ് കെയർ അത് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി ആൻഡ് വി മസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, എന്നാലാണ് നമ്മൾ ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു രസമുള്ളൂ. നമ്മൾ സെൽഫിഷ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാത്രം നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന അങ്ങനെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല സുഖമുള്ള ഒരു കാര്യമല്ല. അപ്പം ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ നമ്മൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്നിട്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സിബ്ലിങ്സിനോടൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യും. അതേസമയം സ്കൂളിലാവുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈഡ് വെറൈറ്റി ഓഫ് സ്പേസ് ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ പല പല സ്ഥലത്ത് നിന്ന് വരുന്ന ഫ്രണ്ട്സ്, പല പല സ്ഥലത്ത് പല പല ഡിഫറെൻറ്റ് കാസ്റ്റ്, റിലീജിയൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാവരെ കുറിച്ചും. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അല്ലേ? ഒന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ദാറ്റ് ഈസ് കെയർ ആക്ച്വലി. ഒരു ദിവസം ലഞ്ച് ബോക്സ് കൊണ്ടുവരാൻ മറന്നുപോയാൽ നിങ്ങളുടെ ലഞ്ച് ഇത്തിരി കൊടുക്കുക. ഫുള്ള് കൊടുക്കണം എന്നല്ല മിസ് പറയുന്നത്, എല്ലാവരും കൂടി ഇത്തിരി കൊടുത്ത് കഴിഞ്ഞാൽ എന്തോരം ഫുഡ് ആ കൊച്ചിനുണ്ടാവും അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഷെയർ. അപ്പോൾ ഷെയറും കെയറും ഒക്കെ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ മുഴുവൻ നമുക്കിത് പ്രാവർത്തികമാക്കുകയും വേണം. അതാണ് ഈ യൂണിറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് 5 ചാപ്റ്റർ 1 എന്താണെന്ന് നോക്കാം. ചാപ്റ്റർ 1 എന്താണെന്നറിയോ? ദ സ്കൂൾ ഫോർ സിമ്പതി. എന്താണ് ദ സ്കൂൾ ഫോർ സിമ്പതി? അതായത് ഒരു സ്പെഷ്യൽ സ്കൂളാണ്. ഇപ്പം മിസ് പറഞ്ഞു ഇതെല്ലാം പഠിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണെന്ന് മിസ് പറഞ്ഞു തന്നു. അപ്പോൾ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ എങ്ങനെയാണ്? രാവിലെ റെഗുലർ ടൈമിന് സ്റ്റാർട്ട് ചെയ്തു, റെഗുലർ ടൈമിന് എൻഡ് ചെയ്യുന്ന ഒരു സ്കൂള്. അസംബ്ലി ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ സബ്ജക്ട്സ് ഉണ്ട്, പിന്നെ PT പീരിയഡ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഡ്രോയിങ് അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ ഇൻ്റർവെൽസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ ലൈഫ്. പിന്നെ ഡിഫറെൻറ്റ് ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ സ്കൂള് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന സ്കൂളും ദ സ്കൂൾ ഫോർ സിമ്പതിയും എൻറ്റയർലി ഡിഫറെൻറ്റ് സ്കൂളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിലോട്ടാണ് നമ്മുടെ ഓഥർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഷെയറിങ്ങും കെയറിങ്ങിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ അറിയണം അല്ലേ? നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയണം. അവരനുഭവിക്കുന്ന മിസ്ഫോർച്യൂൺസ് നമ്മളും അനുഭവിക്കാൻ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളും അനുഭവിച്ചാൽ മാത്രമാണ് നമ്മൾ ആ വേദന മനസ്സിലാവുള്ളൂ. നമ്മൾ മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ദാറ്റ് ഈസ് ഈസി എന്ന് വിചാരിക്കും. പക്ഷെ വെൻ യു ഗോ ത്രൂ ദാറ്റ് പേഴ്സൺസ് സെയിം കണ്ടീഷൻ ഓർ സെയിം സിറ്റുവേഷൻ യു വിൽ നോ ദാറ്റ് വാസ് ഡിഫിക്കൾട്ട് എന്ന്. എന്നാൽ മാത്രമാണ് നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എന്ന് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ സ്കൂൾ ഫോർ സിമ്പതി. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ. സ്കൂൾസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ്. അപ്പോൾ സ്കൂൾസ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് ആണ്. നമുക്കറിയാം പഠിക്കുന്നതിനുള്ള സ്ഥലമാണ് സ്കൂൾസ് അല്ലേ? where we acquire knowledge and share our experiences. അപ്പം നമ്മുടെ നോളേജ് നമ്മൾ വിവരം കിട്ടാനും വിവരം ലഭിക്കാനും വേണ്ടി പോകും. പിന്നെ എന്താണ്? നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. ലെറ്റ്സ് വിസിറ്റ് എ സ്കൂൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ സ്റ്റുഡൻസ് ലേൺ ആൻഡ് ഷെയർ ദെയർ എക്സ്പീരിയൻസ്. അപ്പം നമുക്കൊരു സ്കൂൾ വിസിറ്റ് ചെയ്യാം, എന്നിട്ട് ആ സ്കൂളിലെ കുട്ടികൾ എങ്ങനെയാണ് അവർ പഠിക്കുന്നതെന്നും അവരെങ്ങനെയാണ് ഇതൊക്കെ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഷെയറിങ് ആൻഡ് കെയറിങ്ങിൻ്റെ ആക്ച്വൽ തിങ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ദ സ്കൂൾ ഫോർ സിമ്പതി അതിന് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം നമ്മൾ ഓഥർ ആരാണെന്നാണ് നോക്കാൻ പോകുന്ന. എബൌട്ട് ദ ഓഥർ, എഡ്വേർഡ് വെറാൾ ലൂക്കസ്. എഡ്വേർഡ് വെറാൾ ലൂക്കസ് എന്ന് പറഞ്ഞാൽ EV ലൂക്കസ് എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. 1868 അദ്ദേഹം ജനിച്ചത്. 1938 അദ്ദേഹം മരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? കുറേ വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഹി വാസ് എ ഫേമസ് ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ്, എസ്സേയിസ്റ്റ് ആണ്, പ്ലേ റൈറ്റർ ആണ്, ബയോഗ്രാഫർ ആണ്, പബ്ലിഷർ ആണ്, പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് എഡിറ്റർ. അത്രമാത്രം ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ഇനി എവിടെയാണ് ജനിച്ചത്? ബോൺ ഇൻ ലണ്ടൻ. ലൂക്കസ് ബിഗാൻ ടു വർക്ക് ആസ് എൻ അപ്രന്റിസ് ടു എ ബുക്ക് സെല്ലർ അറ്റ് ദ ഏജ് ഓഫ് 16. അപ്പോൾ 16 വയസ്സുള്ളപ്പോൾ ഒരു ബുക്ക് സെല്ലർ ഷോപ്പിൽ അപ്രന്റിസ് ആയിട്ട് അദ്ദേഹം ജോലിക്ക് കയറി.
ഹി വാസ് എ പ്രൊലിഫിക് റൈറ്റർ. പ്രൊലിഫിക് എന്ന് വെച്ചാൽ പ്രഗത്ഭനായ എഴുത്തുകാരനായിരുന്നു. മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫോർ ഹിസ് ഷോർട്ട് എസ്സേസ്, ബട്ട് ഹി ഓൾസോ പ്രൊഡ്യൂസ്ഡ് വേഴ്സസ്, നോവൽസ് ആൻഡ് പ്ലേസ്. അപ്പോൾ കൂടുതൽ അറിയപ്പെട്ടിരുന്നത് ഷോർട്ട് എസ്സേസിനാണ്. വേഴ്സസും ഷോർട്ട് സ്റ്റോറീസ്, നോവൽസും ഒക്കെ അദ്ദേഹം, പ്ലേസും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കുവാണ്, ദ സ്കൂൾ ഫോർ സിമ്പതി. അപ്പോൾ സ്കൂൾ ഫോർ സിമ്പതി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. മിസ് ഓൾറെഡി പറഞ്ഞു. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. I had heard a lot about Miss Beam's school, but I did not get the chance to visit it till last week. അപ്പോൾ എന്താണ് I had heard എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ I എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? I എന്ന് പറയുന്നത് ആരാണ്? E.V. ലൂക്കസ് ആണ്. E.V. ലൂക്കസ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് നറേറ്റീവ് ആണ്. ഫസ്റ്റ് നറേഷനിലാണ് സ്റ്റോറി പോകുന്നത്. അപ്പോൾ ലൂക്കസ് തന്നെയാണ് സ്റ്റോറി പറയുന്ന ആൾ. പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ലൂക്കസ് ആണ് കേട്ടോ. അപ്പോൾ ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് മിസ് ബീം സ്കൂൾ. മിസ് ബീമിൻ്റെ സ്കൂളിനെ കുറിച്ച് ഒരുപാട് ഇദ്ദേഹം കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡി നോട്ട് ഗെറ്റ് ദ ചാൻസ് ടു വിസിറ്റ് ഇറ്റ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച വരെ അത് വിസിറ്റ് ചെയ്യാൻ എനിക്കൊരു ചാൻസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്കൂൾ വിസിറ്റ് ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹം എഴുതാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഭയങ്കരമായിട്ട് കേട്ടിട്ടുള്ള ഒരു സ്കൂളിലാണ് അദ്ദേഹം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ആരുടെ സ്കൂളാണ്? മിസ് ബീംസ് സ്കൂൾ. When I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage being led carefully between the flower beds by a little boy of 8. ലോങ് സെന്റൻസ് ആണ് അല്ലേ? നിങ്ങൾക്ക് കാണാം, ഒരു പെൺകുട്ടി കണ്ണ് ബ്ലൈൻഡ് ഫോൾഡഡ് ആണ്. ആ പെൺകുട്ടിനെ ഒരു ആൺകുട്ടിയാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് വഴിയൊന്നും തെറ്റാതെ അല്ലെങ്കിൽ വഴിയുടെ ഇടിക്കാതെയൊക്കെ കൊണ്ടുപോകണയാണ്. ഓക്കെ, അപ്പോൾ സ്കൂളിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, ഒരു 12 വയസ്സ്, ഏകദേശം 12 വയസ്സുള്ള ഒരു പെൺകുട്ടി കണ്ണ് കെട്ടിയിരിക്കുവാണ്, ഒരു ബാൻഡേജ് കൊണ്ട്. ഒരു നല്ലോണം ബീങ് ലെഡ് കെയർഫുള്ളി അല്ലെ, നല്ലോണം സൂക്ഷിച്ചാണ് ആ ബോയ് കൊണ്ടുപോകുന്നത്. ആ ഫ്ലവർ ബെഡ്സിൻ്റെ ഇടയിൽ കൂടെ, ഫ്ലവറിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആ ബോയ്ക്ക് ഏകദേശം ഒരു 8 വയസ്സ് പ്രായമാണ് നമ്മുടെ ഓദർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12 വയസ്സുള്ള പെൺകുട്ടിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് 8 വയസ്സുകാരനാണ്. ആ 8 വയസ്സുകാരന് കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, she stopped and asked who it was that had come in and he seemed to be describing me to her. അപ്പോൾ നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് മനസ്സിലാകും, ആരെങ്കിലും നമ്മുടെ അടുത്ത് കൂടി പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? വി ക്യാൻ ഹാവ് ദ ഫീലിംഗ്. കണ്ണൊക്കെ അടിച്ചിട്ട് കണ്ണ് കുറച്ചൊന്ന് ഇതായിട്ടിരുന്നാൽ ബാക്കിയുള്ള സെൻസസ് ഒക്കെ ഭയങ്കര ഇതാവും, ഭയങ്കര എന്താണ് ഷാർപ്പാവുന്ന ഫീല് നമുക്ക് വരും. അപ്പോൾ ഇവിടെ കണ്ണ് കാണാത്ത കുട്ടി നിർത്തുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ്, ആരാണ് വരുന്നേ, ആരാണ്. അപ്പോൾ ആ ബോയ് എന്നെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. പൊക്കോണ്ട ഷർട്ട് ഇതാണ് കളറ്, റെഡ് ഷർട്ട്, അങ്ങനെ ഒരു ബ്ലൂ ജീൻസ്. വെറുതെ പറഞ്ഞാണ്, ആക്ച്വലി അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അതാണ് ആ ആൺകുട്ടി ചെയ്തത്. ദെൻ ദേ പാസ്ഡ് ഔട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെന്നെ കടന്നുപോയി. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ അവിടെ നടന്നു. അപ്പോൾ ആ ആരോ വന്നു എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായപ്പോൾ ആ കുട്ടി ആൺകുട്ടിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് വന്നത്. അപ്പോൾ ആ ആൺകുട്ടി എന്താ ചെയ്തത്, ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ കടന്നുപോയി. ആ ആളോടൊന്നും സംസാരിക്കുന്നില്ല. മിസ് ബീം വാസ് ഓൾ ദാറ്റ് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. എന്താണ്, മിസ് ബീമിനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു, ഞാൻ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു മിസ് ബീം. കാണാൻ എങ്ങനെയായിരുന്നു, ഒരു മിഡിൽ ഏജ്ഡ് ആയിരുന്നു. ഒതോറിറ്റേറ്റീവ് ആയിരുന്നു. ഒതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ആധികാരികമായ ഒരു കഴിവുള്ള സ്ത്രീയായിരുന്നു. കൈൻഡ് ആയിരുന്നു അല്ലേ? എന്തായിരുന്നു കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദയുള്ളതായിരുന്നു. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എല്ലാത്തിലും ഉപരി അല്ലെങ്കിൽ എല്ലാത്തിനോടൊപ്പം വേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി, അത് അവർക്ക് ഉണ്ടായിരുന്നു. Her hair was beginning to turn grey and her round figure was likely to be comforting to a homesick child. എന്താണ്, അപ്പോൾ മുടി നരച്ചു തുടങ്ങിയിരുന്നു. ആൻഡ് റൗണ്ട് ഫിഗർ, അപ്പോൾ ഫേസ് എന്ന് പറയുന്നത് അത്യാവശ്യം റൗണ്ട് ഫിഗർ ആയിരുന്നു. വാസ് ലൈക്ലി ടു ബി കംഫർട്ടിങ്. ആ റൗണ്ട് ഫിഗറും ആ ഒരു നേച്ചറൊക്കെ കാണുമ്പോൾ ഒരു കുട്ടിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും. ചിലപ്പോൾ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര കൂളായിരിക്കും, പക്ഷേ ഒരു അപ്പിയറൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു പേടി തോന്നും. പക്ഷേ മിസ് ബീമിൻ്റെ ക്യാരക്ടറോ ഫിഗറോ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. മിസ് ബീമിനെ കാണുമ്പോൾ തന്നെ ആ ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുക, ഒരു എന്താണ് കംഫർട്ട് സോണിലാണ് നമ്മൾ എന്നുള്ളൊരു ഫീലാണ് വരിക. അപ്പോൾ ഒരു ഹോം സിക്ക് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു വിഷമമുള്ള ഒരു കുട്ടിക്ക് വളരെ കംഫർട്ടിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു മിസ് ബീമിൻ്റെ പ്രസൻസോ മിസ് ബീമിൻ്റെ സ്കൂളോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സ്കൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ ബോർഡിംഗ് സ്കൂളാണെന്നുള്ള ഒരു ചെറിയൊരു ഹിന്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. We chatted for a while and when I asked her some questions about her teaching methods which I heard were simple, she said. അപ്പോൾ എന്താണ്,
അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു. ചാറ്റഡ് എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടി ചെയ്യണതിന് മാത്രമല്ല സംസാരിക്കണം, കോൺവേഴ്സ് ചെയ്യണതിനും നമ്മൾ ചാറ്റ് എന്ന് പറയും. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു. വി ചാറ്റഡ് ഫോർ എ വൈൽ ആൻഡ് വെൻ ഐ ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് അവർ ടീച്ചിങ് മെത്തേഡ്സ്. അത് കഴിഞ്ഞപ്പോൾ ഓദർ എന്താണ് ചോദിക്കുന്നത്, ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു, വിച്ച് ഐ ഹേർഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി സിമ്പിൾ. ഭയങ്കര സിമ്പിളാണ് അവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായി അദ്ദേഹം മിസ് ബീം പറഞ്ഞത് ഇങ്ങനെയാണ്, വി ടീച്ച് ഓൺലി ദോസ് തിങ്സ് ദാറ്റ് ആർ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ടു pupils, spelling, adding, subtracting, multiplying, writing, etc. അപ്പം ഞങ്ങളുടെ കുട്ടികളെ വളരെ അവർക്ക് ദോസ് തിങ്സ് ആർ ദാറ്റ് ആർ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ, അവർക്ക് സിമ്പിളായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ സ്കൂളിൽ പഠിപ്പിക്കാറുള്ളൂ. എന്തൊക്കെയാണ് പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റുഡൻസ്, അവിടുത്തെ ലേണേഴ്സിന് അത്രയും കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്? സ്പെല്ലിംഗ് പഠിപ്പിക്കും, ഓരോ കാര്യത്തിൻ്റെ സ്പെല്ലിംഗ് പഠിപ്പിക്കും, ആഡിങ് പഠിപ്പിക്കും, സബ്ട്രാക്റ്റിംഗ് പഠിപ്പിക്കും, മൾട്ടിപ്ലൈയിങ് പഠിപ്പിക്കും, റൈറ്റിംഗ് പഠിപ്പിക്കും. ഇതൊക്കെയാണ് അവരവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ അത്യാവശ്യം ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. ദ റെസ്റ്റ് ഇസ് ഡൺ ബൈ റീഡിങ് ടു ദം ആൻഡ് ഗിവിങ് ദം ഇൻട്രസ്റ്റിംഗ് ടാസ്ക്. എന്താണ് ബാക്കിയുള്ളത് അവർക്ക് വായിച്ചു കൊടുക്കും, അല്ലാത്തതൊക്കെ ചെറിയ ചെറിയ കുറേ ഇൻട്രസ്റ്റിംഗ് കുറേ ടാസ്ക് ഒക്കെ അവർക്ക് ചെയ്യാൻ കൊടുക്കും. അതിലൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ദർ ആർ പ്രാക്ടിക്കലി നോ അതർ ലെസൺസ്. പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പാഠങ്ങളും അവരവിടെ പഠിപ്പിക്കാറില്ല എന്നാണ് ഓദറിനോട് അവർ വിശദീകരിക്കുന്നത്. അപ്പോൾ ഓദർ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. അപ്പം നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും വളരെ സിമ്പിൾ മെത്തേഡാണ്, ഒരു കുട്ടിക്ക് ഏറ്റവും സിമ്പിളായതും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരിവിടെ പഠിപ്പിക്കുന്നത്. I have heard so much, I said, about the originality of your system. എന്താണ് ഞാൻ നിങ്ങളുടെ സിസ്റ്റത്തിനെ കുറിച്ച്, അതായത് ഒറിജിനലാണ്, വേറെ ആർക്കും ഇതുവരെ അഡാപ്റ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് ഓദർ പറയുന്നു. മിസ് ബീം സ്മൈൽഡ്. യെസ് ഷീ സെഡ്, ഐ എം കമ്മിങ് ടു ദാറ്റ്. മിസ് ബീം ചിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ അതിലോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അല്ലേ, അതെ, എന്താണ് ഒറിജിനാലിറ്റി, അതിനെക്കുറിച്ചിട്ട് ഒരു മീൻസ് ഇതുവരെ കേൾവിയില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ച്, അങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലോട്ടാണ് ഞാൻ വരുന്നതെന്ന് മിസ് ബീം പറയുന്നു. ദ റിയൽ എയിം ഓഫ് ദിസ് സ്കൂൾ ഇസ് നോട്ട് ടു ടീച്ച് തോട്ട് ബട്ട് തോട്ട്ഫുൾനെസ്, ഹ്യൂമാനിറ്റി, കൈൻഡ്നസ് ആൻഡ് സിറ്റിസൺഷിപ്പ്. അതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും യഥാർത്ഥമായ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? ഇസ് നോട്ട് ടു ടീച്ച് തോട്ട്, ഒരു കുട്ടിയെ അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതല്ല. തോട്ട്ഫുൾനെസ്, ചിന്താശേഷിയുള്ളവനാക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഒരു ചിന്താശേഷിയുള്ള ഒരു കുട്ടിയാക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ആ ചിന്താശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നത് ഗ്രഹിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഹ്യൂമാനിറ്റി, മനുഷ്യത്വം പഠിപ്പിക്കുന്നുണ്ട്. കൈൻഡ്നസ് പഠിപ്പിക്കുന്നുണ്ട്. ദയ, കരുണയുള്ളവരാവാൻ, ടു ബി മേഴ്സിഫുൾ, അതായത് സെൽഫിഷ് ആവാതെ, സെൽഫ് സെൻറ്റേർഡ് ആവാതെ എങ്ങനെയാണ് മറ്റുള്ളവർക്കും ഉപകാരമുള്ള ഒരു ജീവിയാവുക, അതാണ് കൈൻഡ്നസ്. പിന്നെ സിറ്റിസൺഷിപ്പ്, ഒരു പൗരത്വം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വേണ്ടിയിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരു കുട്ടിയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, ചിന്താശേഷിയുള്ളവരായിട്ട് വളർത്താനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ റിയൽ എയിം ഓഫ് മിസ് ബീം സ്കൂൾ. ക്ലിയർ അല്ലേ? That is the ideal I have always had, and happily there are parents good enough to trust me to try and put it into practice. അപ്പോൾ അതായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയൽ, ഒരു മാതൃക എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ഹാപ്പിലി, സന്തോഷത്തോടെ പറയട്ടെ, കുറച്ച് പാരൻസ് എന്നെ വിശ്വസിക്കുന്നവരുണ്ട്. കാരണം ഇങ്ങനെ ഒരു സ്കൂളിൽ മക്കളെ വിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓർക്കും പഠിക്കുമോ കുട്ടികൾ, അത്രയും വിവരം അവർക്ക് ഉണ്ടാവോ, സാധാരണ പിള്ളേരോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അതൊന്നും ഒട്ടും ബാധിക്കുന്നില്ല. കുറച്ച് പാരൻസ് മിസ് ബീമിനെ നന്നായിട്ട് വിശ്വസിച്ച് അവർ ഈ ഒരു പ്രാക്ടീസ്, ഈ ഒരു പുതിയ രീതി ഓഫ് കരിക്കുലം, ഒരു സ്റ്റഡി റിലേറ്റഡ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പോകുന്ന ഈ കരിക്കുലം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ. ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ എ മിനിറ്റ്, വില്യു, നിങ്ങൾ ആ ജനലിൽ കൂടി ഒന്ന് പുറത്തോട്ട് നോക്കാമോ, വില്യു നോക്കുമോ എന്നാണ് ചോദിക്കുന്നത്, മിസ് ബീം ചോദിക്കുന്നത്. ഓദറിനോടാണ് കേട്ടോ ചോദിക്കുന്നത്. ഐ വെന്റ് ടു ദ വിൻഡോ വിച്ച് ലുക്ക്ഡ് ഔട്ട് ഓൺ എ ലാർജ് ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട് അറ്റ് ദ ബാക്ക്. അപ്പോൾ വിൻഡോൻ്റെ അടുത്തോട്ട് പോയി, എന്നിട്ട് പുറത്തോട്ട് നോക്കി. അപ്പോൾ എന്താ കാണുന്ന? ഒരു ലാർജ് ഗാർഡൻ കാണാം, ഒരു വലിയ തോട്ടം കാണാം, പിന്നെ പ്ലേ ഗ്രൗണ്ടും ഉണ്ട് അറ്റ് ദ ബാക്ക്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു
പ്ലേ ഗ്രൗണ്ടും കാണാം. വാട്ട് യു സീ മിസ് ബീം ആസ്ഡ്. അപ്പം മിസ് ബീം ചോദിക്കുന്നത് ഇതാണ്, എന്താണ് നിങ്ങൾ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്താണ് ഉത്തരം പറയുന്നത്? I see some very beautiful grounds, I said, and a lot of jolly children. എന്താണ്? എനിക്ക് വളരെ മനോഹരമായ ഗ്രൗണ്ട് കാണാം, വളരെ മനോഹരമായ ഗ്രൗണ്ട് കാണാം. പിന്നെ എന്താണ്? ആൻഡ് എ ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൻ, കുറേ സന്തോഷത്തോടെ ഉല്ലസിച്ചിരിക്കുന്ന കുട്ടികളെയും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. But what surprises me and pains me too is that they are not at all healthy and active. പക്ഷേ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്നതും അതേസമയം വേദനിപ്പിക്കുന്നത്, രണ്ടും ഒരുമിച്ചാണ്. ആശ്ചര്യവും തോന്നുന്നുണ്ട്, അതേസമയം അറ്റ് ദ സെയിം ടൈം വേദനിപ്പിക്കുന്നതുമായ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ആ എല്ലാ കുട്ടികളും തന്നെ ആരോഗ്യവാന്മാരും ആക്റ്റീവുമല്ല എന്ന്. കംപ്ലീറ്റ് ആരോഗ്യമുള്ള കുട്ടികളുമല്ല, അത്രത്തോളം ആക്റ്റീവുമല്ല. As I came in, I saw one poor little thing being led about because of some trouble with her eyes. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ കണ്ടത് ഒരു വൺ പുവർ ലിറ്റിൽ തിങ് എന്നാണ്. ആ ഗേളിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ വൺ പുവർ ലിറ്റിൽ തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബീങ് ലെഡ് അബൌട്ട് ബിക്കോസ് ഓഫ് സം ട്രബിൾ വിത്ത് ദ റൈസ്. കണ്ണിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടിട്ട് ആ കുട്ടിയെ വേറൊരാൾ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ മനോഹരമായ ഗ്രൗണ്ട് കണ്ടു, ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല സന്തോഷം ഉല്ലസിക്കുന്നതും കണ്ടു. പക്ഷേ ഓദറിനെ വിഷമിപ്പിക്കുന്നതും അതേസമയം ആശ്ചര്യപ്പെടുത്തുന്നതുമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഹെൽത്ത് ഉള്ളവരും ആക്റ്റീവുമല്ല എന്നുള്ളൊരു കാര്യം ഓദർ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഒരു വിഷമമായിട്ട് ഓദർ പറയുന്നുണ്ട്. വന്നപ്പോൾ കണ്ട കാഴ്ചയും അതിന് റിലേറ്റ് ചെയ്ത് തന്നെയാണെന്നാണ് ഓദർ പറഞ്ഞു വയ്ക്കുന്നത്. And now I can see two more in the same condition while there is a girl with a crutch just under the window watching the others at play. അപ്പോൾ എന്താണ് ഓദർ വർണ്ണിക്കുകയാണല്ലോ, സ്കൂളിൻ്റെ വിൻഡോ കൂടി കാണുന്ന കാഴ്ചകളെ വർണ്ണിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് രണ്ടുപേരെയും കൂടി അതേപോലത്തെ സെയിം കണ്ടീഷനുള്ളവരെ കാണാം. വേറൊരു പെൺകുട്ടി കൂടെ ഉണ്ട്, എന്താണ് ക്രച്ചസ് ഇല്ലേ, ലൈക്ക് കാലിന് മുടന്തുള്ളപ്പോൾ നമ്മൾ ഒരു സപ്പോർട്ടിന് വെക്കില്ലേ, ജസ്റ്റ് അണ്ടർ ദ വിൻഡോ വാച്ചിങ് ദ അതേഴ്സ് അറ്റ് പ്ലേ. ബാക്കിയുള്ളവർ കളിക്കുന്ന നോക്കിയിരിക്കുന്ന ഒരു മുടന്തുള്ള അല്ലെങ്കിൽ ക്രച്ചസ് പിടിച്ചൊരു പെൺകുട്ടിനെ കാണാം. ഷീ സീംസ് ടു ബി എ ഹോപ്പ്ലെസ് ക്രിപ്പിൾ. എങ്ങനെയാണ്? ക്രിപ്പിൾ എന്ന് പറഞ്ഞാൽ മുടന്ത് എന്നാണ് അർത്ഥം, മുടന്തൻ എന്നർത്ഥം. അപ്പോൾ എന്താണ്? ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു മുടന്തനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മുടന്തുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് ആ പെൺകുട്ടിയെ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് ഓദർ പറയുന്നത്. മിസ് ബീം ലാഫ്ഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മിസ് ബീം പൊട്ടിച്ചിരിച്ചു. മിസ് ബീം ലാഫ്ഡ്. ഓ നോ, ഷീ സെഡ്, ഷീ ഈസ് നോട്ട് ലെയിം റിയലി, ദിസ് ഈസ് ഓൺലി യുവർ ലെയിം ഡേ. ഓ അല്ല, മിസ് ബീം പറയാണ്, ഷീ ഈസ് നോട്ട് ലെയിം റിയലി, ആ കുട്ടിക്ക് മുടന്തൊന്നുമില്ല, ദിസ് ഈസ് ഓൺലി യുവർ ലെയിം ഡേ. ഈ ദിവസം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മുടന്തണ്ട ദിവസമാണെന്ന്. അതായത് ആ സ്കൂളിൽ പല പല ദിവസങ്ങളുണ്ട്. നോർ ആർ ദോസ് അതേഴ്സ് ബ്ലൈൻഡ്, ഇറ്റ് ഈസ് ഓൺലി ദെയർ ബ്ലൈൻഡ് ഡേ. ബാക്കിയുള്ള കുട്ടികളും അതുപോലെ തന്നെയാണ്, അവരും അന്ധന്മാരൊന്നുമല്ല, അവരുടെ ഇന്ന് ബ്ലൈൻഡ് ഡേ ആണെന്ന്. ഓക്കെ, അപ്പോൾ എന്താണ്? ഓദർ ആദ്യം വന്നപ്പോൾ കണ്ട ആ പെൺകുട്ടി ആവട്ടെ, ഇപ്പോൾ രണ്ട് കുട്ടികളെ വേറെയും കൂടി കണ്ട ഓദർ, അവർക്കും എന്താണ്? ബ്ലൈൻഡ് ഡേ ആണ്. ആ മുടന്നുള്ള കുട്ടിക്ക് ഇന്ന് ലെയിം ഡേ ആണ്. ഇങ്ങനെയുള്ള ഡേയ്സ് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് പല പല ടൈപ്പിലുള്ള ഡേയ്സ് കേട്ടിട്ടുണ്ട്. പക്ഷെ ബ്ലൈൻഡ് ഡേ, ലെയിം ഡേ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതും ഒരു സ്കൂളിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി വി ഹാവ് നെവർ ഹേർഡ് അല്ലേ, നമ്മൾ ഒരിക്കലും കേൾക്കാത്തൊരു കാര്യമാണ്. ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് വെരി മച്ച് അസ്റ്റോണിഷ്ഡ് ഫോർ ഷീ ലാഫ്ഡ് അഗൈൻ. അപ്പം ഇത് കേട്ടപ്പോൾ ഓദർ ഒരുമാതിരി എന്തെന്ന്, ലെയിം ഡേയോ ബ്ലൈൻഡ് ഡേയോ വാട്ട് ഈസ് ദിസ് എന്നുള്ള ഭാവത്തിൽ വളരെ ആശ്ചര്യപൂർവ്വം മിസ് ബീമിനെ നോക്കുന്നത് കണ്ടിട്ടാവാം മിസ് ബീം പിന്നെയും പൊട്ടിച്ചിരിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മുടെ മുഖത്തുണ്ടാവുക ഒരു എക്സ്പ്രഷൻ എന്തോന്ന് എന്നുള്ളൊരു ഭാവമില്ലേ, അപ്പോൾ ആ ഒരു ഇത് കൊണ്ടിട്ട് മിസ് ബീം പിന്നെയും പൊട്ടിച്ചിരിക്കുകയാണ്. There you have an essential part of our system in a nutshell. അപ്പോൾ എന്താണ് മിസ് ബീം പറയുന്നത്? മിസ് ബീം പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ പാർട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു നട്ട്ഷെല്ലിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടും. നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു ചുരുക്കെഴുത്ത്, ഒരു മൊത്തത്തിലൊരു ചുരുക്കെഴുത്തിലൂടെ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു രൂപരേഖ കിട്ടും എന്നാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദീസ് യങ് മൈൻഡ്സ് ടു അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മിസ്ഫോർച്യൂൺ വി മേക്ക് ദം ഷെയർ ഇൻ മിസ്ഫോർച്യൂൺ ടു. എന്താണ്? ഈ യങ് മൈൻഡ്സ് ആണല്ലോ, ഇവരൊക്കെ വളർന്നു വരുന്ന പ്രായമാണ്. ആ കുട്ടികൾക്ക് അവർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മിസ്ഫോർച്യൂൺ. ഈ എന്തെങ്കിലും അപകടം വരുമ്പോൾ നമ്മൾ ദുഃഖിച്ച് വിഷമിച്ച് ജീവിക്കാതെ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അത് അനുഭവിക്കുന്നവരുടെ വേദന മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെ
ഈ സ്കൂളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. വി മേക്ക് ദം ഷെയർ മിസ് ഫോർച്യൂൺ ടു, ഇതിൻ്റെയൊക്കെ ഭാഗമാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ അന്ധന്മാരും മുടന്തന്മാരും ഒക്കെ ആവുന്നത്. In the course of the term, every child has one blind day, one lame day, one deaf day and one dumb day. എന്താണ് ഈ സ്കൂളിൻ്റെ ഈ കോഴ്സ് ഓഫ് ടൈമിൽ ഒരു മാസം എവറി ടേമിൽ ഒരു ചൈൽഡിന് എല്ലാ ദിവസവും, അത് എല്ലാ ദിവസവും അല്ല, 4 ടൈപ്പ് ഓഫ് ദിവസങ്ങൾ ആചരിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഒരു ബ്ലൈൻഡ് ഡേ, ഒരു ലെയിം ഡേ, ഒരു ഡെഫ് ഡേ, ഒരു ഡം ഡേ. അതായത് ഒരു ബ്ലൈൻഡ് ഡേ, അന്നത്തെ ദിവസം ബ്ലൈൻഡ് ഡേ എന്ന് പറയുമ്പോൾ കണ്ണ് കെട്ടി വെക്കും, കണ്ണ് കാണാൻ പാടില്ല. ലെയിം ഡേ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം മുടന്നി നടക്കണം. വൺ ഡെഫ് ഡേ എന്ന് പറയുമ്പോൾ കാത് കേൾക്കാൻ പാടില്ല. വൺ ഡം ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? സംസാരിക്കാൻ പാടില്ല. ഡംബ് എന്ന് പറഞ്ഞാൽ ഊമയാണ്, ഡെഫ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത ആളാണ്, ലേം എന്ന് പറഞ്ഞാൽ മുടന്താണ്, ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അന്ധനാണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഇവർക്ക് ഇവരുടെ പാർട്ട് ഓഫ് കരിക്കുലമായിട്ട് ആഘോഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നടക്കണം. എന്നാലാണ് ഈ സ്കൂളിലെ പ്രത്യേകത പറഞ്ഞല്ലോ, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ്, ബാക്കിയുള്ളതൊക്കെ ടാസ്കിലൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ ബൈ ഡൂയിങ് ദീസ് ടാസ്ക് ദ ചിൽഡ്രൻ വിൽ അപ്രീഷിയേറ്റ് ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി ഹാവിങ് ഓൾ ദീസ് തിങ്സ്, അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഒരു ദിവസത്തേക്കാണ് കണ്ണടച്ച് വെക്കുന്നത്, ഒരു ദിവസത്തേക്കാണ് വാപ്പൂട്ടി വെക്കുന്നത്, ഒരു ദിവസത്തേക്കാണ് ചെവി കേൾക്കാൻ പറ്റാത്തതാവുന്നത്, ഒരു ദിവസത്തേക്കാണ് മുടന്ന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ആ ആൾക്കാരെ കാണുമ്പോൾ പുച്ഛം തോന്നില്ല. മനസ്സിലായോ? അതാണ് ഈ സ്കൂളിൻ്റെ സ്പെഷ്യാലിറ്റി. നമുക്ക് അവരോട് പുച്ഛമല്ല തോന്നുക, മറിച്ച് നമുക്ക് അവരോട് ഒരു ബഹുമാനവും, അവരെല്ലാ ദിവസവും, നമുക്കൊരു ദിവസമാണ്, അവർക്ക് എല്ലാ ദിവസവും സെയിം സിറ്റുവേഷനാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് തോന്നുമ്പോൾ അവരൊക്കെ എത്രയോ വലുതാണ് നമ്മളെക്കാൾ എന്ന് നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ ജീവിക്കുന്നതും അവർ ഒന്നുമില്ലാണ്ട് അവർ ജീവിക്കുന്ന അവസ്ഥയും എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അല്ലേ? കാരണം ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ടും ഈ ലോകത്ത് കണ്ണ് കാണാത്ത എത്രയോ വലിയ വലിയ മഹാന്മാരും മഹതികളും ഉണ്ടെന്നറിയാമോ? അപ്പോൾ നമ്മളൊക്കെ ആരുമല്ല അത് വെച്ച് നോക്കുമ്പോൾ. സോ ഗോഡ് ഹാസ് ഗിവൺ അസ് എവറിത്തിങ്, നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, എന്നിട്ടും നമുക്ക് എന്ത് എന്നുള്ള ഭാവമാണ്. ഒന്നും തന്നിട്ടില്ല എന്ന് ഏതു നേരവും കുറ്റം പറയുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മിസ്ഫോർച്യൂൺസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഡേ ഇവരുടെ സ്കൂളിലുള്ളത്. ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സിമ്പിൾ സ്കൂൾ, ഇറ്റ് ഇസ് എ വെരി ഡിഫറെൻറ്റ് സ്കൂൾ വിച്ച് എക്സ്പീരിയൻസസ്, വിച്ച് help them experience all these things. മനസ്സിലായോ? During the blind day, their eyes are bandaged and it is a point of honor not to peep. എന്താണ് ആ കണ്ണ് കാണാത്ത ദിവസം, ബ്ലൈൻഡ് ഡേ, അന്ധനാകപ്പെടുന്ന ദിവസം എന്താണ്, അവരുടെ കണ്ണിൽ ഒരു ബാൻഡേജ് വെച്ച് കവർ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഹോണർ, അല്ലേ? നമ്മൾ സ്വയം തീരുമാനിക്കണം, നമ്മൾ ഒളിഞ്ഞൊന്നും നോക്കില്ല എന്ന്. ഈവൻ നമുക്ക് കണ്ണ് ഇങ്ങനെ കെട്ടിയാലും നമുക്കറിയാം, നമുക്ക് അടി കൂടിയൊക്കെ വേണമെങ്കിൽ കാണാൻ പറ്റും. സോ പീപ്പ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഹോണർ ആയിരിക്കും. ദ ബാൻഡേജ് ഇസ് പുട്ട് ഓൺ ഓവർ നൈറ്റ്, ദേ വേക്ക് അപ്പ് ബ്ലൈൻഡ്. എങ്ങനെയാണ് ആ ബാൻഡേജ്? ഓവർനൈറ്റ്, രാത്രിയും കെട്ടിവെക്കും. അല്ലാതെ രാവിലെ മാത്രമല്ല, അവർ എണീറ്റ് വരുന്നത് എങ്ങനെയാണ്? ബ്ലൈൻഡ് ആയിട്ടാണ് അവർ എഴുന്നേറ്റ് വരുന്നത്. This means that they need assistance in everything and other children are told to help them and lead them about. അപ്പോൾ എന്താണ്, പെട്ടെന്നൊരു ദിവസം അന്ധനാവുകയാണ്, അല്ലേ? പെട്ടെന്നൊരു ദിവസം അന്ധനായിട്ട് അഭിനയിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ലൈക്ക് ശരിക്കും സിനിമയിൽ അഭിനയിക്കണ പോലെയൊന്നും അല്ല. എന്താണ്, അവരുടെ കണ്ണിൽ രാത്രി ഇത് കെട്ടിവെക്കുകയാണ്. അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി അവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു എൻറ്റയർ ഡേ, 24 മണിക്കൂറും ആ ഡേ തന്നെയാണ്. ബ്ലൈൻഡ് ഡേ ആണെങ്കിൽ ആ ബ്ലൈൻഡ് ഡേ തന്നെയാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി എന്താണ്, അസിസ്റ്റൻസ് ആണ് അവർക്ക്, മറ്റൊരാളുടെ സഹായം. കാരണം ഇത്രയും ദിവസം കണ്ണുകൊണ്ട് കണ്ടിരുന്ന കാര്യങ്ങൾ അന്ന് ഒരു ദിവസത്തേക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അസിസ്റ്റൻസ് വേണം. അങ്ങോട്ട് നീങ്ങണമെങ്കിൽ ഇടിക്കോ മുട്ടോ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഒരു അസിസ്റ്റ് ചെയ്യാനും ഒരാളുണ്ടാവും. It is educative to both of them, the blind and the helpers. രണ്ടുപേർക്കും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബ്ലൈൻഡ് അയക്കപ്പെട്ട കുട്ടിയാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കുട്ടി, കാരണം നല്ല ക്ഷമ വേണം, അല്ലേ? ആദ്യമായിട്ട് ബ്ലൈൻഡ് ആവുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അതെന്താണ്, ഇതെന്താണ്, ഞാൻ മുട്ടണുണ്ടോ, നമ്മ എത്താറായോ, ഇങ്ങനെ ഡിസ്റ്റർബിങ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ദേ കുഡ്ന്റ് സീ എനിത്തിങ്, അല്ലേ? അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഈ ഹെൽപ്പേഴ്സിനും നല്ല ക്ഷമ വേണം, പേഷ്യൻസ് വേണം, പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് വേണം, എല്ലാം വേണം. അപ്പോൾ രണ്ടുപേർക്കും ഒരു പാഠമാണ് ഈ ബ്ലൈൻഡ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ലീഡ് ചെയ്യാനുണ്ടാവും, ഒരാൾ കണ്ണ് അടച്ച് നിൽക്കുന്ന ഒരാളും ഉണ്ടാവും.
Everyone is very kind, Miss Beam continued, and it is really something of a joke, although, of course, before the day is over, the reality of the disability becomes clear even to the least thoughtful. അപ്പോൾ എന്താണ്, എവ്രി വൺ ഇസ് വെരി കൈൻഡ്, എല്ലാവരും ഭയങ്കര കരുണയുള്ളവരാണ്. മിസ് ബീം കണ്ടിന്യൂ ചെയ്യുകയാണ് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് റിയലി സംതിങ് ഓഫ് എ ജോക്ക്. ഇത് പെട്ടെന്ന് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു ജോക്ക് ആയിട്ടൊക്കെ തോന്നും. ആൻഡ് ഓൾദോ ഓഫ് കോഴ്സ് ആണ്, ചിലപ്പോൾ ആയിരിക്കും. ബിഫോർ ദ ഡേ ഈസ് ഓവർ, ദ റിയാലിറ്റി ഓഫ് ദ ഡിസബിലിറ്റി ബിക്കംസ് ക്ലിയർ ഈവൻ ടു ദ ലീസ്റ്റ് തോട്ട്ഫുൾ. ഒട്ടും ചിന്തിക്കാത്തവർക്ക് പോലും ആ അവസ്ഥ എന്താണ്, ആ ഡിസേബിലിറ്റിയുടെ ആ അവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും ചിന്തിക്കാത്തവർക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമായി മാറും. ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ആ ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആ ബുദ്ധിമുട്ട്, ആ ഡിസേബിലിറ്റി കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. The blind day is of course really the worst, but some of the children tell me that the dumb day is the most frightening. അപ്പോൾ ബ്ലൈൻഡ് ഡേ ആണ് മിക്കവരും പറയാറെന്താണ്, ബ്ലൈൻഡ് ഡേ ഈസ് ഓഫ് കോഴ്സ് ദ മോസ്റ്റ് വേഴ്സ്റ്റ്, അല്ലെ, റിയലി ദ വേഴ്സ്റ്റ്. കാരണം അത്രയും നാള് നമുക്ക് കണ്ണ് കാണാം, പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അന്ധരാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈവൻ കറണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഫുള്ളിരുട്ടായാൽ, അല്ലേ. അപ്പോൾ മൊത്തം കണ്ണ് ഒരു ദിവസം പൂട്ടി വയ്ക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ തിങ്, ദാറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ അതാണ് ഏറ്റവും വേഴ്സ്റ്റ് എന്ന് പറയാറ്. പക്ഷെ ചില പിള്ളേർ പറയാറുണ്ട് ഡം ഡേ എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ദിവസം ഭയങ്കര പേടിപ്പെടുത്തുന്നതാണെന്ന് ചില കുട്ടികൾ പറയാറുണ്ടെന്ന്. There of course the child must use willpower only because the mouth is not bandaged. അപ്പോൾ കാലിൽ മുടുന്ന ലെയിം ഡേ എന്ന് പറയുമ്പോൾ കാല് കെട്ടി വെച്ചിട്ടുണ്ടാവും, ബ്ലൈൻഡ് ഡേ എന്ന് പറയുമ്പോൾ കണ്ണ് കെട്ടി വെച്ചിട്ടുണ്ടാവും, ഡെഫ് ഡേ എന്ന് പറയുമ്പോൾ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കാതിരിക്കാൻ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു ഡംബ് ഡേ എന്ന് പറയുമ്പോൾ വായ പൊത്തി വെക്കാൻ പറ്റുമോ? നമുക്ക് വായ വേണമല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തായാലും മൗത്ത് വേണം. ഈവൻ നോസിൽ കൂടിയാണ് ബ്രീത്ത് ചെയ്യുന്നത് പറഞ്ഞാലും സം പാർട്ട് ഓഫ് എയർ ഇസ് ആക്ച്വലി ഗോയിങ് ഇൻസൈഡ് ത്രൂ അവർ മൗത്ത്, അല്ലേ. അപ്പോൾ വായ പൊത്തി പിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അല്ലെങ്കിൽ വായ കെട്ടി വെക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഡംബ് ഡേ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഡംബ് ഡേ ആചരിക്കുന്ന പിള്ളേർക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവരുടെ സ്വന്തം വിൽ പവർ കൊണ്ട് വേണം അന്നൊരു ദിവസം ഫുള്ള് സംസാരിക്കാതിരിക്കാൻ. അത്രയും നാൾ നമ്മൾ സംസാരിച്ച് എന്നിട്ട് അന്നൊരു ദിവസം ഫുള്ള് നമ്മൾ എന്ത് വെച്ചാലും മിണ്ടരുത്, മനസ്സിലായില്ലേ? So that is very difficult. But come down into the garden and see for yourself how the children like it. അപ്പോൾ നിങ്ങൾ താഴത്തോട്ട് വാ, പക്ഷേ നിങ്ങൾ താഴത്തോട്ട് വന്ന് നോക്കൂ എങ്ങനെയാണ് കുട്ടികൾ ഇത് നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ താഴത്ത് വന്ന് നോക്കാനാണ് മിസ് ബീം പറയുന്നത്. മിസ് ബീം led me to one of the bandage girls a little merry thing. എന്താണ്, അപ്പോൾ മിസ് ബീം എന്നെ ഒരു കണ്ണ് കെട്ടിയ ഒരു ബ്ലൈൻഡ് ഡേ ആഘോഷിക്കുന്ന, അന്ന് ബ്ലൈൻഡ് ഡേ ആണ് കുട്ടിയുടെ, കണ്ണ് ബാൻഡേജ് ചെയ്ത ഗേളിൻ്റെ അടുത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു ലിറ്റിൽ മെറി തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നല്ല പെൺകുട്ടിയാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹിയർ ഇസ് എ ജെന്റിൽമാൻ കം ടു ടോക്ക് ടു യു. അപ്പോൾ എന്താണ്, ഒരു ജെന്റിൽമാൻ നിന്നോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്, സെഡ് മിസ് ബീം ആൻഡ് ലെഫ്റ്റ് us. അങ്ങനെ മിസ് ബീം പറഞ്ഞിട്ട് മിസ് ബീം ഞങ്ങളെ വിട്ടു പോയി. Don't you ever peep? I asked by way of an opening. എന്താണ്, അപ്പോൾ സംസാരിച്ച് തുടങ്ങണമല്ലോ, അപ്പോൾ സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി ചോദിക്കും, ഡോണ്ട് യു എവർ പീപ്പ്, എപ്പോഴെങ്കിലും ഒളിഞ്ഞു നോക്കാറുണ്ടോ എന്ന്. കണ്ണിൽ ബാൻഡേജ് വെച്ചേക്കാണല്ലോ, എപ്പോഴെങ്കിലും ഒളിഞ്ഞു നോക്കാറുണ്ടോ എന്ന് ചോദിക്കും. Oh no, she exclaimed, that would be cheating. ഇല്ല, എക്സ്ക്ലെയിംഡ് ആണ്, ഇല്ല, that would be cheating, അല്ലേ, അത് ചീറ്റിംഗ് അല്ലേ, അത് ചതിക്കല്ലേ, അത് ചെയ്യാറില്ല. ബട്ട് ഐ ഹാഡ് നോ ഐഡിയ ഇറ്റ് വാസ് സോ ഓഫുൾ ടു ബി ബ്ലൈൻഡ്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു കണ്ണ് ബ്ലൈൻഡ് ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണ് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമായൊരു സംഭവമാണ് എന്നുള്ള ഭീകരം ഒരു അങ്ങനെയാണല്ലോ, ഇറ്റ് ഇസ് ഹോറിബിൾ തിങ്. എനിക്ക് അറിയില്ലായിരുന്നു. യു കാൺട്ട് സീ എ തിങ്, ഒന്നും കാണാൻ പറ്റില്ല എന്ന്. one feels one is going to be hit by something every moment. എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പം എന്തിലടിക്കാൻ പോണം, ഇപ്പം എന്ത് മുട്ടും എന്നുള്ള പേടിയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സിറ്റിംഗ് ഡൗൺ ഇസ് സച്ച് എ റിലീഫ്. എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ബ്ലൈൻഡ് ഡേയിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണെന്നാണ് കുട്ടി പറയുന്നത്. ആർ യുവർ ഗൈഡ്സ് കൈൻഡ് ടു യു? അപ്പോൾ ഗൈഡ്സ് ഒക്കെ, അതായത് ലീഡ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാൾ കൈൻഡ് ആണോന്ന് ചോദിച്ചു. ഐ ആസ്റ്റ്. അപ്പം ചോദിക്കുവാണ്, ലൂക്കസ് ചോദിക്കുവാണ്, ലീഡ് ചെയ്യുന്ന ആൾക്കാർ, ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ കൈൻഡ് ആണോന്ന് ചോദിച്ചു. പ്രിറ്റി ഗുഡ്, നോട്ട് ആസ് കെയർഫുൾ ആസ് ഐ ഷാൽ ബി വെൻ ഇറ്റ്സ് മൈ ടേൺ. അപ്പോൾ നല്ലതാണ്, പക്ഷെ ഞാൻ നല്ല കെയർഫുൾ ആയിരിക്കും എന്നാണ് കുട്ടി വിശദീകരിക്കുന്നത്. ദോസ് ദാറ്റ് ഹാവ് ബീൻ ബ്ലൈൻഡ് ഓൾറെഡി ആർ ദ ബെസ്റ്റ്.
അപ്പോൾ ഇതിനു മുമ്പ് ബ്ലൈൻഡ് ആക്കപ്പെട്ടവരാണ് ഗൈഡായി വരുന്നതെങ്കിൽ അവർ നല്ലതായിരിക്കും. ഇറ്റ് ഈസ് ടെറിബിൾ നോട്ട് ടു സീ, അല്ലേ? എന്താണ് കണ്ണ് കാണാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ടെറിബിൾ ആണ്. ഐ വിഷ് യു കുഡ് ട്രൈ. എന്താണ് ഐ വിഷ് യു വുഡ് ട്രൈ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഷാൽ ഐ ലീഡ് യു എനിവേ, ഐ ആസ്റ്റ്. ഞാൻ എങ്ങോട്ടെങ്കിലും ലീഡ് ചെയ്യണം, കാരണം ദാറ്റ് ഈസ് എ ഡ്യൂട്ടി അല്ലേ. അപ്പോൾ ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, ഓദറിനെ ഏൽപ്പിച്ചിട്ടാണ് മിസ് ബീം പോയിരിക്കുന്നത്. ഷാൽ ഐ ലീഡ് യു എനിവേർ, ഐ ആസ്റ്റ്. അപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ ഓ യെസ് ഷീ സെഡ്, ലെറ്റ്സ് ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്. അതിനെന്താ വേണം എന്ന് പറഞ്ഞിട്ട് പറയാം, നമുക്ക് ഒരു ചെറിയ നടത്തം നടക്കാം, ലിറ്റിൽ വാക്ക്, ഒന്ന് ചെറുതായിട്ട് നടന്നിട്ട് വരാം എന്ന് പറയും. ഒള്ളി യു മസ്റ്റ് ടെൽ മീ അബൌട്ട് തിങ്സ്. എന്താണ്, പക്ഷെ നടക്കാം, പക്ഷെ എന്നോടെല്ലാം പറഞ്ഞ് തന്നിട്ട് വേണം നടക്കാമെന്ന് പറയും. ഐ ഷാൽ ബി സോ ഗ്ലാഡ് വെൻ ടുഡേ ഈസ് ഓവർ. ഇന്നത്തെ ദിവസം ഒന്ന് അവസാനിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും എന്നാണ് കുട്ടി പറയുന്നത്. ദ അതർ ബാഡ് ഡേയ്സ് കാൺ ബി ഹാഫ് ആസ് ബാഡ് ആസ് ദിസ്. വേറെ കുറേ ബാഡ് ഡേയ്സ് ഉണ്ടായിരുന്നു, അതായത് ഈ ഡം ഡേ, ഡഫ് ഡേ, അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത്രയും ഇതിന്റെ പകുതിയോളം ബാഡ് ആയിരുന്നില്ല അതൊന്നും എന്നാണ് കുട്ടി പറയുന്നത്. ഹാവിങ് എ ലെഗ് ടൈഡ് അപ്പ് ആൻഡ് ഹോപ്പിംഗ് അബൌട്ട് ഓൺ എ ക്രഞ്ച് ഇസ് ഓൾമോസ്റ്റ് എ ഫൺ ഐ ഗസ്. അപ്പം കാല് കെട്ടിയിട്ടിട്ട് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തൊങ്ങുക, നമ്മൾ തൊങ്ങൂലേ, അത് ക്രച്ചിൽ തൊങ്ങുക എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് വാസ് എ ഫൺ. എൻ്റെ ഊഹം അതാണ്, ഒരു ഫണ്ണാണെന്നാണ് തോന്നുന്നത്. Having an arm tied up is a little more troublesome because you have to get your foot cut up for you and so on. But it doesn't really matter. എന്താണ് കൈ കെട്ടി വെക്കുക, അപ്പോൾ കാല് കെട്ടി വെച്ചാൽ അങ്ങനെ ഒരു കൈ കെട്ടി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ഫുഡൊക്കെ നമുക്ക് ഒരാൾ കീറി തരേണ്ടി വരും. മേ ബി ചപ്പാത്തിയൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ കട്ടപ്പ് ഫോർ യു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വേറൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലും വലിയ കുഴപ്പമില്ല. ബട്ട് ആസ് ഫാർ ബീയിങ് ഡെഫ് ഫോർ എ ഡേ ഐ ഷാൻ മൈൻഡ് ദാറ്റ്, അറ്റ്ലീസ്റ്റ് നോട്ട് മച്ച്. അപ്പോൾ എന്താണ്, ഒരു ദിവസം ഡെഫ് ആവുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കുറേ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്, അതെനിക്കും കുഴപ്പമില്ല. ബട്ട് ബീയിങ് ബ്ലൈൻഡ് ഇസ് സോ ഫ്രൈറ്റനിങ്. എന്താണ് പറയുന്നത്, ബ്ലൈൻഡ് ആവുക എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. മൈ ഹെഡ് ഏക്കസ് ഓൾ ദി ടൈം ജസ്റ്റ് ഫ്രം അവോയ്ഡിങ് തിങ്സ് ദാറ്റ് പ്രോബബ്ലി ആർൻ ദേ. അപ്പോൾ എന്താണ്, എൻ്റെ തല ഇങ്ങനെ വേദന എടുത്തുകൊണ്ടിരിക്കുക. എന്താണ്, എന്തിനെക്കുറിച്ചാണ്, മീൻസ് നമുക്കറിയില്ല വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് എന്ന്. അപ്പോൾ സോ നമ്മളിങ്ങനെ ചിന്തിച്ച് കൊണ്ടിരിക്കണ കൊണ്ടിട്ട് എൻ്റെ തല ഭയങ്കരമായിട്ട് വേദനിച്ചിരിക്കുകയാണ്. അവോയ്ഡിങ് തിങ്സ് ദാറ്റ് പ്രോബബ്ലി ആർൻ ദെയർ. അവിടെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ് ഓരോ സാധനങ്ങളും, പക്ഷെ ആ സാധനങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ലാത്തതുമാണ്. വേർ ആർ വി നൗ, നമ്മളിപ്പോൾ എവിടെയാണെന്ന് ഓദറിനോട് ചോദിക്കുകയാണ്. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഐ സെഡ്, ഗോയിങ് ടുവേർഡ്സ് ദ ഹൗസ്. അപ്പം നമ്മളിപ്പോൾ പ്ലേ ഗ്രൗണ്ടിലാണ്, അദ്ദേഹം പറയുകയാണ്, എന്നിട്ട് പറയാണ് ഗോയിങ് ടുവേർഡ്സ് ഹൗസ്, വീടിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ് ബീം ഇസ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ ടെറസ് വിത്ത് എ ടോൾ ഗേൾ. എന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യണോ ഓദർ. അപ്പം മിസ് ബീം എവിടെയാണ്, ടെറസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ടോൾ ഗേൾ കൂടെയുണ്ട്, ഒരു പൊക്കമുള്ള പെൺകുട്ടി കൂടെയുണ്ടെന്ന് പറയുന്നു. വാട്ട് ഹാസ് ദ ഗേൾ ഗോട്ട് ഓൺ, മൈ കമ്പാനിയൻ ആസ് മീ. അപ്പോൾ ഓദറിനോട് ആ കമ്പാനിയൻ ചോദിക്കുന്നത് ആ ഗേൾ എന്താണ് ഉടുത്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ്. അപ്പോൾ ഒരു ബ്ലൂ സ്കേർട്ടും ഒരു പിങ്ക് ബ്ലൗസാണ് ഉടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് മിലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷീ സെഡ്, വാട്ട് കളർ ഇസ് ഹർ ഹെയർ, വെരി ലൈറ്റ് ഐ സെഡ്. അപ്പോൾ കളർ എന്താണ് മുടിയുടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്, വെരി ലൈറ്റ് കളർ, വെരി ലൈറ്റ് ആണ്, അത്ര നല്ല ബ്ലാക്കിഷ് അല്ല, ഐ സെഡ്. അപ്പോൾ എന്താണ്, യെസ് ദാറ്റ്സ് മിലി, ഷീ ഈസ് ദ ഹെഡ് ഗേൾ, ഷീ ഈസ് വെരി ഡീസെൻറ്റ്. അപ്പോൾ അത് മിലിയാണ്, ഹെഡ് ഗേൾ ആണ് ഇവിടുത്തെ, ഷീ ഈസ് വെരി ഡീസെൻറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ വെൻ ദ ഓദർ ഇസ് ടെല്ലിങ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് ഗേൾ, ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹൂം ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട്, അല്ലേ? അങ്ങനെയാണ്, കാരണം നമുക്ക് ക്ലൂ കിട്ടുന്നുണ്ട് ആരാണെന്നുള്ളത്, അപ്പോൾ ഊഹിക്കുകയാണ് അതായിരിക്കും എന്നുള്ളത്. ദർ ഇസ് എൻ ഓൾഡ് മാൻ ടൈയിങ് അപ്പ് റോസസ് ഐ സെഡ്. അവിടെ ഒരു ഓൾഡ് മാൻ ഉണ്ട്, അയാൾ റോസ് ടൈ ചെയ്യുകയാണെന്ന് പറയും. യെസ് ദാറ്റ് ഈസ് പീറ്റർ, ഹീ ഈസ് ദ ഗാർഡനർ, ഹീ ഈസ് 100 years ഓൾഡ്. എന്താണ്, പീറ്ററാണ്, അത് പീറ്ററാണ്, ഗാർഡനർ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് കളിയാക്കി പറയുവാണ് ഹീ ഈസ് 100 years ഓൾഡ്, 100 വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ടെന്ന്. ആക്ച്വലി ഓൾഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ, കളിയാക്കിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ഹിയർ കംസ് എ ഡാർക്ക് ഗേൾ ഇൻ റെഡ് ഓൺ ക്രച്ചസ്. ഇപ്പോൾ ആരാണ്, ഒരു ഡാർക്ക് ഗേൾ, ഒരു ഇരുണ്ട പെൺകുട്ടി വരുവാണ്, ക്രച്ചസിലാണ് നടന്നു വരുന്നത്. യെസ് ഷീ സെഡ് ദാറ്റ്സ് ബെറിൽ. അത് യെസ് ഷീ സെഡ് ദാറ്റ്സ് ബെറിലാണ് വരുന്നതെന്ന്. സോ ബൈ യൂസിങ് ദ ക്ലൂസ് ഷീ ഈസ് ഐഡൻറ്റിഫൈയിങ് ദ പേഴ്സൺസ്. അങ്ങനെയാണ്, ക്ലൂ കൊടുക്കുന്നതനുസരിച്ച് ആൾക്കാർ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. And so we walked on, and in guiding this little girl about, I discovered that I was many times more thoughtful already than usual. അപ്പോൾ ഈ പെൺകുട്ടിയെ ഗൈഡ് ചെയ്ത് പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് ഡിസ്കവർ ചെയ്ത കാര്യം ഇതാണ്, ഞാൻ ഇതിനോടകം തന്നെ മോർ തോട്ട്ഫുൾ ആയിരുന്നു, ഞാൻ വളരെയധികം ചിന്താശേഷിയുള്ളവനായി മാറി എന്നാണ് പറയുന്നത്. ഐ ഓൾസോ റിയലൈസ് ദാറ്റ് ഹാവിങ് ടു ഡിസ്ക്രൈബ് ദ സറൗണ്ടിങ്സ് ടു അനദർ മേക്സ് ദം മോർ ഇൻട്രസ്റ്റിംഗ്.
അപ്പോൾ മറ്റൊരാൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്കും ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് ഓഥറിന് മനസ്സിലായി എന്നാണ് ഓഥർ പറയുന്നത്. വെൻ മിസ് ബീം കെയിം ടു റിലീസ് മീ ഐ വാസ് സോറി ടു ഗോ. അപ്പോൾ മിസ് ബീം അടുത്ത് വന്നു എന്നിട്ട് എന്നോട് പോവാം, കാരണം എന്താണ്, ആ കുട്ടിയെ ഇത്രയും നേരം ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ, റിലീസ് ചെയ്തു, ഐ വാസ് സോറി ടു ഗോ, എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ. ഐ വാക്ക്ഡ് ബാക്ക് ടു ദ ടൗൺ മർമറിങ് ഇൻകറക്ട്ലി ആസ് അവർ ദ ലൈൻസ്. അപ്പോൾ ഞാൻ ടൗണിലോട്ട് നടക്കുമ്പോൾ എൻ്റെ ചുണ്ടിൽ ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു റൈംസ് മർമർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇൻകറക്ട്ലി ആസ് അവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ തെറ്റിച്ച് പാടാറുള്ള പോലെ തന്നെയാണ് ഇപ്പോഴും ഞാനത് തെറ്റിച്ച് പാടിക്കൊണ്ടാണ് നടക്കുന്നത്. എന്താണ് ആ വരി നോക്കാം. Can I see another's woe and not share this sorrow too? Oh no, never can it be. Never can it be. Can I see another's woe? എന്താണ് woe എന്ന് പറയുന്നത്? എന്താണ്? കഷ്ടം എന്നാണ് അർത്ഥം. woe. And not share this sorrow too. അവരുടെ കഷ്ടം കണ്ടിട്ട് അവരുടെ വേദന പങ്കിടാതിരിക്കാൻ എനിക്കാവുമോ? ഓ നോ, നെവർ ക്യാൻ ഇറ്റ് ബി. അപ്പോൾ ഇത്രയും നാൾ ഓദർ എന്തോരം തോട്ട്ഫുള്ളായിരുന്നോ അതിനേക്കാൾ ഇരട്ടി തോട്ട്ഫുള്ളായിട്ടാണ് ഓദർ ഈ സ്കൂളിൽ നിന്ന് സ്കൂൾ ഫോർ സിമ്പതി എന്ന് ഓദർ യാത്രയാവുന്നത്. ഇത്രയും കൂടി ബുദ്ധിയൊക്കെ വെച്ചു എന്നാണ് പറയുന്നത്. കാരണം ആക്ച്വലി നമുക്ക് റിയലൈസേഷൻ വന്നെങ്കിൽ, ഞാൻ എപ്പോഴും മിസ്സിൻ്റെ വേറെ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ചാപ്റ്റേഴ്സിൽ ഒരുപാട് ഗുഡ് മോറൽ വാല്യൂസ്, ഒരു കാറ്റഗിസം പഠിപ്പിക്കുന്ന പോലെ തന്നെ ഗുഡ് മോറൽ വാല്യൂസ് ഉള്ള കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊന്ന് തന്നെയാണ് ഈ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയാം, അല്ലേ? നമുക്കറിയാം ഓരോ ഡിസബിലിറ്റീസും ഉള്ള ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് കഷ്ടപ്പാടാം. അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ നല്ലൊരു ഗുണപാഠമാണ് നമ്മുടെ ഈ ചാപ്റ്റർ തരുന്നത്, ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ മനോഹരമായ ചാപ്റ്ററാണ് ഈ വി ലൂക്കസ് നമുക്കായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ നോക്കാം. മൂവിങ് ഓൺ ടു ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വൈ ഡു യു തിങ്ക് ദ റൈറ്റർ വാണ്ടഡ് ടു വിസിറ്റ് മിസ് ബീം സ്കൂൾ? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ മിസ് ബീമിന്റെ സ്കൂൾ സന്ദർശിക്കാൻ ആഗ്രഹിച്ചത്? ആൻസർ എന്താണ്? ബിക്കോസ് ഹി ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് മിസ് ബീം സ്കൂൾ. മിസ് ബീമിന്റെ സ്കൂളിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് സ്കൂൾ സന്ദർശിക്കാൻ ആഗ്രഹം തോന്നിയത്. സെക്കൻഡ് വൺ, ഡു യു തിങ്ക് മിസ് ബീം സ്കൂൾ ഇസ് ഡിഫറെന്റ് ഫ്രം അതർ സ്കൂൾ? ഹൗ? മിസ് ബീമിന്റെ സ്കൂൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്ങനെ? യെസ്, their teaching methods were quite different. They teach only those things that are simple and useful to pupils. The rest was taught by giving them interesting tasks. അപ്പോൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്, ആവശ്യമുള്ളത് മാത്രമാണ് പഠിപ്പിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം പിള്ളേർ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. തേർഡ് വൺ, is there any hint or suggestion that it is a residential school? Identify and write the sentence. ഇതൊരു റെസിഡൻഷ്യൽ സ്കൂൾ ആണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? സൂചന തരുന്ന വാക്യം എടുത്തെഴുതുക. Miss Beam says the bandage is put on overnight. They wake up blind. This sentence hints that the school is a residential one. രാത്രി കെട്ടിവെച്ചിട്ടാണ് കിടക്കുക, രാവിലെ എണീക്കുമ്പോൾ ബ്ലൈൻഡ് ആയിട്ടാണ് എണീക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മിസ് ബീമിന് പറയാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ഇറ്റ് ഇസ് എ റെസിഡൻഷ്യൽ സ്കൂൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു മിസ് ബീം ഇസ് ദ റിയൽ എയിം ഓഫ് ദ സ്കൂൾ? മിസ് ബീമിന്റെ അഭിപ്രായത്തിൽ സ്കൂളിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? The real aim of Miss Beam School was not to teach thought, but thoughtfulness, humanity, kindness and citizenship. അപ്പോൾ thoughtfulness, ഹ്യൂമാനിറ്റി, സിറ്റിസൺഷിപ്പും കൈൻഡ്നെസ് ഒക്കെ പഠിപ്പിക്കലായിരുന്നു യഥാർത്ഥ എയിം. വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട കുറേ മാനുഷിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വി മേക്ക് ദം ഷെയർ ഇൻ മിസ്ഫോർച്യൂൺ ടു. വാട്ട് ഡസ് മിസ് ബീം മീൻ ബൈ ദിസ്? ഞങ്ങൾ അവരെയും ദൗർഭാഗ്യത്തിൽ പങ്കാളികളാക്കുന്നു. എന്താണ് മിസ് ബീം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ, in order to make the young minds appreciate and understand misfortune, every child has to observe one blind day, one dumb day and one deaf day. അല്ലേ? ഈ 3 ദിവസങ്ങൾ വേറൊന്നും കൂടി ഉണ്ട്, എന്താണ് ലീം ഡേ. അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യണം. സോ അങ്ങനെയാണ് ഇതിൽ ഭാഗഭാക്കുകളാക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഷാൽ ബി സോ ഗ്ലാഡ് വെൻ ടുഡേ ഈസ് ഓവർ. വൈ ഡസ് ദ ഗേൾ ഫീൽ സോ? ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കും. എന്തുകൊണ്ടാണ് പെൺകുട്ടിക്ക് അങ്ങനെ തോന്നുന്നത്? Because the other bad days can't be half as bad as a blind day. It is terrible for her not to see. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇതിന്റെ പകുതി ടെറിബിൾ അല്ലായിരുന്നു, കാണാതിരിക്കുക എന്ന അവസ്ഥയായിരുന്നു ഏറ്റവും മോശമെന്ന്. അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്ലൂസ് ഹെൽപ് ദ ലിറ്റിൽ ഗേൾ ഐഡന്റിഫൈ മിലി? മിലിയെ തിരിച്ചറിയാൻ പെൺകുട്ടിയെ സഹായിച്ച സൂചനകൾ ഏതാണ്? ഷി വാസ് ടോൾഡ് ദാറ്റ് ദ ഗേൾ വാസ് വെയറിംഗ് എ ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ് ആൻഡ് എ ഹെയർ വാസ് വെരി ലൈറ്റ്. അപ്പോൾ ആ ക്ലൂസ് കേട്ടപ്പോഴാണ് പെൺകുട്ടി മിലിയാണെന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇ വി ലൂക്കസ് ലീവ്സ് മിസ് ബീം സ്കൂൾ എ വൈസം മാൻ.
ഡു യു എഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾസ് ഫ്രം ദി സ്റ്റോറി. ഇ.വി. ലൂക്കസ് മിസ് ബീമിന്റെ സ്കൂളിൽ നിന്ന് കൂടുതൽ ബുദ്ധിമാനായ ഒരാളായി മാറി. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കഥയിൽ നിന്ന് ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരം സ്ഥിരീകരിക്കുക. Yes, E.V. Lucas leaves the school a wiser man. He gains a lot of knowledge about the teaching methods and the effectiveness of these methods. He develops kindness, compassion and love for fellow beings. വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അവിടുന്ന് E.V. ലൂക്കസ് പോകുന്നത്. അപ്പോൾ മിസ് എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റൻ ആൻസേഴ്സും അഡീഷണൽ ക്വസ്റ്റൻ ആൻസേഴ്സും വേണ്ടി നിങ്ങൾ എക്സാം പോയിന്റ്സിന്റെ ബുക്സ് റെഫർ ചെയ്താൽ മതി. മിസ് ഈ ക്വസ്റ്റൻ ആൻസർ ഒക്കെ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റീസ്. മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റീസ് അല്ലെ, ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ലെറ്റ്സ് റീവിസിറ്റ് ആണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്ന. ആക്ടിവിറ്റി 1, read the extract given below and answer the questions that follow by choosing the correct option. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും എക്സാംസിന് കണ്ടുവരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്, പാസേജ് തന്നിട്ട് അതിൽ എക്സ്ട്രാക്ട് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ സെയിം വേ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് പെയിൻസ് മീ ദോ ടു സീ ദാറ്റ് ദേ ആർ നോട്ട് ഓൾ സോ ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ലുക്കിംഗ്. അപ്പോൾ ഒരു ഡയലോഗാണ് തന്നിരിക്കുന്ന ഒരു സെന്റൻസ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൂ സ്പീക്സ് ദീസ് വേർഡ്സ്, ആരാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. E.V. ലൂക്കസ്, ദ ഗേൾ, മിസ് ബീം, വൺ ഓഫ് ദ ബോയ്സ്. ഇതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇറ്റ് പെയിൻസ് മീ ദോ ടു സീ ദാറ്റ് ദേ ആർ നോട്ട് ഓൾസോ ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ലുക്കിംഗ് എന്ന് പറയുന്നത് ആരാണ്? E.V. ലൂക്കസ് ആണ് പറയുന്നത് അല്ലെ. E.V. ലൂക്കസ് ആണ് അങ്ങനെ ഒരു സെന്റൻസ് പറയുന്നത്. These words are spoken to. ഇത് ആരോടാണ് E.V. ലൂക്കസ് പറയുന്നത്? മിസ് ബീമിനോടാണ് പറയുന്നത് അല്ലെ. മിസ് ബീമിനോടാണ് സെന്റൻസസ് പറയുന്നത്. ഹൗ ഡസ് ദ ലിസണർ റിയാക്ട് ടു ദ സ്റ്റേറ്റ്മെന്റ്? അത് കേട്ടപ്പോൾ ലിസണർ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ദ ലിസണർ എഗ്രീസ് വിത്ത് ഇറ്റ്, ദ ലിസണർ ബിക്കംസ് സാഡ്, ദ ലിസണർ ഗെറ്റ്സ് ആംഗ്രി, ദ ലിസണർ ലാവ്സ് ആൻഡ് ടെൽസ് ദ ട്രൂത്ത്. എന്താണ്? ദ ലിസണർ ലാവ്സ് ആൻഡ് ടെൽസ് ദ ട്രൂത്ത്. ചിരിച്ചുകൊണ്ട് സത്യം പറയുന്നുണ്ട്. Second one, and so we walked on. Gradually I discovered that I was 10 times more thoughtful than I ever thought I could be. Who are the we referred to here? So we walked on. അല്ലെ, രണ്ടുപേരും നടന്നു പോകുന്നതാണ്. The children of Miss Beam school, the author and his friends, the author and Miss Beam, the author and the girl. Correct option is the author and girl. അവർ രണ്ടുപേരും കൂടി നടക്കുന്ന ആ സംഭവം. Who is the I in the above sentence? I എന്ന് പറയുന്നത് ആരാണെന്ന്. And so we walked on. Gradually I discovered that I was 10 times more thoughtful. അതിലെ I ആരാണ്? I എന്ന് പറയുന്നത് the author ആണ് I. Third one, what change came over the author after his visit to Miss Beam school? Miss Beamന്റെ സ്കൂൾ വിസിറ്റിന് ശേഷം ഓഥറിന് വന്ന മാറ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Became more careful, became more helpful, became more proud, became more thoughtful. ഏതാണ്? Became more thoughtful. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്ക് ചാപ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് അല്ലേ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, say whether the following sentences are true or false. If false, rewrite them. അപ്പോൾ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. അത് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ശരിയായുള്ള സെന്റൻസ് ആക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. The author had been to Miss Beam school several times. അപ്പോൾ ഓഥർ കുറേ പ്രാവശ്യം മിസ് ബീമിന്റെ സ്കൂളിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആണോ? ട്രൂ ആണോ? അല്ലല്ലോ. നമുക്കിവിടെ അറിയാം ഫോൾസ് ആണ് സെന്റൻസ് വരുന്നത്. കുറേ പ്രാവശ്യം പോയിട്ടില്ല, ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പോൾ ഫോൾസ്. അപ്പോൾ സെന്റൻസ് എന്താണ്? The author had been to Miss Beam's school for the first time. അല്ലേ, ഒരു പ്രാവശ്യമാണ് പോയത്, അല്ലാതെ ഒരുപാട് പ്രാവശ്യമൊന്നും ആ സ്കൂളിൽ പോയിട്ടില്ല. കുറേയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സെൻറ്റൻസ് തുടങ്ങും, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഈ സെൻറ്റൻസ് വെച്ചിട്ടാണ്. സെക്കൻഡ്, ഇൻ മിസ് ബീം സ്കൂൾ ഓൾ സബ്ജക്ട്സ് ആർ ടോട്ട് ഇൻ ഡീറ്റെയിൽ. ആ മിസ് ബീമിൻ്റെ സ്കൂളിലെ എല്ലാ സബ്ജക്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ട്രൂ ഓർ ഫോൾസ്? എന്താണ് സത്യം? ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ് അല്ലേ. എന്താണ് പഠിപ്പിക്കുന്നത്? ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുക. എന്താണ്? ഇൻ മിസ് ബീംസ് സ്കൂൾ ഓൾ സബ്ജക്ട്സ് അല്ല. എന്താണ്? only the subjects which are simple അല്ലേ. എന്താണ്? which are simple and useful. which are simple and useful to them are taught. അല്ലാത്തതൊന്നും അവരവിടെ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, ആവശ്യമുള്ള സബ്ജക്ട്സ് മാത്രമാണ് അവിടെ
പഠിപ്പിക്കുന്നത്. തേർഡ് സെന്റൻസ്, ദ ചിൽഡ്രൻ ഇൻ മിസ് ബീം സ്കൂൾ ആർ ടോട്ട് ടു അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മിസ് ഫോർച്യൂൺസ്. മിസ് ബീമിന്റെ സ്കൂളിൽ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുർഭാഗ്യം അപ്രീഷിയേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പഠിപ്പിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് എ ട്രൂ വൺ അല്ലേ. തേർഡ് ഇസ് ട്രൂ. Fourth one, the author saw a blind girl being led out by others. The author saw a blind girl being led out by the others. അല്ലേ, ട്രൂ ആണ്. Fifth one, on the dumb day the mouths of the children are bandaged. Dumb dayയിൽ മൗത്ത് ബാൻഡേജ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ഓർ ഫാൾസ്? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഫാൾസ് അല്ലേ, ഫാൾസ് ആണ്, അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ എന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്? ഓൺ ദ dumb day the mouths of the children are not bandaged എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ സെന്റൻസ് കറക്റ്റ് ആയി. ആർ നോട്ട് ബാൻഡേജ്ഡ്. ഓക്കെ അല്ലേ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പീറ്റർ ഇസ് വെരി ഓൾഡ് ബട്ട് നോട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. പീറ്റർ ഭയങ്കര വയസ്സാണ് പക്ഷെ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്, അതൊരു കളിയാക്കി പറഞ്ഞാണെന്ന് മിസ് പറഞ്ഞായിരുന്നു പാഠം പഠിപ്പിച്ചപ്പോൾ. സോ ദിസ് ഇസ് ട്രൂ. പീറ്റർ ഇസ് വെരി ഓൾഡ്, വെരി ഓൾഡ് ആണ് പക്ഷെ 100 ഓഫ് ഇയേഴ്സ് ഓൾഡ് അല്ല അയാൾ. ആക്ടിവിറ്റി 3, സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എ നോർമൽ സ്കൂൾ ആർ ഗിവൺ ബിലോ, റീഡ് ദം. അപ്പോൾ നോർമൽ സ്കൂളിലെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. മെനി സബ്ജക്ട്സ് ആർ ടോട്ട്. നമുക്കറിയാലോ നമ്മുടെ സ്കൂളിലും ഒരുപാട് സബ്ജക്ട്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മോസ്റ്റ് പാരൻസ് എക്സ്പെക്ട് ദെയർ ചിൽഡ്രൻ ടു ലേൺ സബ്ജക്ട്സ് ലൈക്ക് മാത്തമാറ്റിക്സ്, സയൻസ് എക്സെട്ര. മിക്ക പാരൻസിനും ഈ സയൻസ്, മാത്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്ട്സാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആർ അഡോപ്റ്റഡ് അല്ലേ, പല പല ടീച്ചിങ് മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്ത് കാണാറുണ്ട്. Now write about Miss Beam School based on your reading of the text. അപ്പോൾ മിസ് ബീമിന്റെ സ്കൂളിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Miss Beam School is very interesting and its teaching methods are very simple. They teach simple and useful things to pupils like spelling, adding, subtracting, multiplying, writing, etc. All the other things are given by reading and giving them interesting tasks. Practically, no other lessons are given. The real aim of Miss Beam School is to teach thoughtfulness, humanity, kindness and citizenship. The children in this school have to observe a blind day, a lame day and a deaf day and dumb day. അപ്പോൾ ഇത്രയും ഡേയ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യണം, അതാണ് അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് മിസ് ബീമിന്റെ സ്കൂളിനെ കുറിച്ച് നമുക്ക് എഴുതാനുള്ള കാര്യം. It would help the young minds to appreciate and understand misfortune. The children learn to be helpful to each other and to be compassionate. They learn the necessary values required for peaceful co-living. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ജീവിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് അവർ പുറത്തോട്ട് ഇറങ്ങുന്നത്. ആ സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർ അങ്ങനെയായിരിക്കും. ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറി. ഇനി നമ്മൾ നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. In The School for Sympathy, E.V. Lucas described Miss Beam as middle-aged, authoritative, kind and understanding. The author uses words to describe her age, appearance and character. The table given below contains words describing the physical features and character of people. Match the items given in the columns. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, 2 കോളം ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ നമുക്ക് ഡിസ്ക്രൈബിങ് വേർഡ്സ് തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. എന്തിനോടാണ് മാച്ച് ചെയ്ത് പോകുന്നത് എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഇവിടെ എല്ലാം ഡിസോർഡർ ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ടോൾ, ഷോർട്ട്, മീഡിയം, ഐസ് ആണ് കണ്ടേക്കണത്. ഫ്രെയിൽ, സ്റ്റോക്കി, സ്ലിം, തിൻ, പ്ലംപ്, ഫാറ്റി, സ്കിന്നി, വെൽ ബിൽറ്റ്. ക്യാരക്ടർ യങ്, എൽഡർലി, മിഡിൽ ഏജ്ഡ്, ടീനേജർ. എന്താണ് ബിൽഡ്, റൗണ്ട്, ഓവൽ, സ്ക്വയർ, വ്രിങ്കിൾഡ്. ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഗ്രേ, സ്ട്രേറ്റ്, കേർലി, ബ്ലാക്ക്, ബ്ലോണ്ട്, വേവി, ബുഷി. ഏജ് ആണ് തന്നിരിക്കുന്നത്. ബിഗ്, റൗണ്ട്, സ്മോൾ, ബ്രൈറ്റ്, നാരോ. ഹെയർ ആണ് ചിയർഫുൾ, അഗ്രസീവ്, സെൻസിറ്റീവ്, സീരിയസ്, എനർജറ്റിക്, കോൺഫിഡൻറ്റ്. ഫേസ് ആണ്. ഇപ്പോൾ കുറേ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഏജ്, ഹെയർ, ഫേസ്, പിന്നെ പറയുന്നത് ഐസ്, ക്യാരക്ടർ, ബിൽഡ്, ഹൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാരക്ടേഴ്സ് ഓഫ് ഫീച്ചേഴ്സ് ആയി പറയുന്നത്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇപ്പുറത്ത് കിടക്കുന്നത്. അതിനെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ടോൾ, ഷോർട്ട്, മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും ഹൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാറ്. ഓക്കെ. ഫ്രെയിൽ, സ്റ്റോക്കി, സ്ലിം, തിൻ, പ്ലംബ്, ഫാറ്റി, സ്കിന്നി, വെൽ ബിൽറ്റ് എന്നൊക്കെ പറയുന്നത് ബിൽഡിനെ കുറിച്ചിട്ടാണ്, ഒരു ബോഡി എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. യങ്, എൽഡർലി, മിഡിൽ ഏജ്ഡ്, ടീനേജർ എന്ന് പറയുന്നത് ഏജിനെ കുറിച്ചിട്ടാണ്. റൗണ്ട്, ഓവൽ, സ്ക്വയർ, വ്രിങ്കിൾഡ് എന്ന് നമ്മൾ ഫേസിനെ കുറിച്ചിട്ടാണ് പറയാറ്. ഗ്രേ, സ്ട്രേറ്റ്, കേർലി, ബ്ലാക്ക്, ബ്ലോണ്ട്, വേവി, ബുഷി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്
ഹെയറിനെ കുറിച്ചിട്ടാണ്. ബിഗ്, റൗണ്ട്, സ്മോൾ, ബ്രൈറ്റ്, നാരോ പറയുന്നത് ഐസിനെ കുറിച്ചിട്ടാണ്. ചിയർഫുൾ, അഗ്രസീവ്, സെൻസിറ്റീവ്, സീരിയസ്, എനർജറ്റിക്, കോൺഫിഡൻറ്റ് നമ്മൾ പറയുന്നത് ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബിങ് വേർഡ്സ് കിട്ടുമ്പോൾ ഇപ്പുറത്തുള്ള മാച്ച് ദ ഫോളോയിങ്ങിൽ ചെയ്യാനുള്ള ഏതാണ് ഫീച്ചർ എന്ന് നോക്കണം. അതിനെ തന്നെയാണോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. സോ യു മസ്റ്റ് നോട്ട് ഡു എന്നാണ് മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ രണ്ടിടത്ത് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്താൽ മാത്രം മതി, വെറുതെ ആ മാർക്ക് കളയരുത്. അപ്പോൾ ഡിസ്ക്രൈബിങ് ചെയ്യുമ്പോൾ ഓർക്കണം, ഇപ്പുറത്ത് ഐസ് തന്നിട്ടുണ്ടെങ്കിൽ ഐസ് ഒരിക്കലും വേവി ആണെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, മനസ്സിലായി? അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? മൂവിങ് ഓൺ ടു ദ ഇപ്പം നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ആക്ടിവിറ്റിയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നൗ ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ എബവ് ബോക്സ്. അപ്പോൾ നമ്മൾ എബവ് ബോക്സിൽ ഐസിനെയും ഫേസിനെയും ബിൽഡിനെയും ഏജിനെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യണം നമ്മൾ കണ്ടു അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് തന്നിട്ടുണ്ട്, പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഫേമസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, അവരെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഷെർലക് ഹോംസിനെ കാണാം, സെക്കൻഡ് നമുക്ക് അമിതാഭ് ബച്ചനെ കാണാം, തേർഡ് സച്ചിൻ ടെണ്ടുൽക്കർ, ഫോർത്ത് മുഹമ്മദ് റാഫി. അത്രയും പേരാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് അവർ ഷെർലക് ഹോംസിനെ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഷെർലക് ഹോംസ് ഇസ് എ ടോൾ മിഡിൽ ഏജ്ഡ് മാൻ. ഹി ഹാസ് ബ്ലാക്ക് ഹെയർ, എ ലോങ് നോസ്, ബ്രൈറ്റ് ഐസ് ആൻഡ് എൻ ഓവൽ ഷേപ്പ് ഫേസ്. ഇത്രയും പറഞ്ഞാൽ മതി. അവരെക്കുറിച്ച് വേറെ ഒരു ഡീറ്റെയിൽസും പറയേണ്ട, നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ആള് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ചെയ്തിട്ടുണ്ട് മിസ്. Second, Amitabh Bachchan. Amitabh Bachchan is a tall and elderly man. He has black and wavy hair and an oval-shaped face. He is serious and energetic in appearance. He is a well-built man with a grey French beard. Sachin Tendulkar. Sachin Tendulkar is short, well-built and middle-aged. He has curly hair. He is round-faced. He is cheerful and energetic. Fourth, Muhammad Rafi. Muhammad Rafi is a tall man. He has long nose, bright and narrow eyes. He is a bald-headed elderly man who has a cheerful and confident look. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായല്ലോ? സോ ഹൗ യു ഡിസ്ക്രൈബ്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എപ്പോഴും ഇൻവോൾവ് ചെയ്യാവുന്നതാണ്. സോ വി ഗെറ്റ് ദ ഫിസിക്കൽ ഫീച്ചർ ഓഫ് ദാറ്റ് പേഴ്സൺ, മനസ്സിലായില്ലേ? ലെറ്റ്സ് റൈറ്റ്. ഇനി നമുക്ക് എഴുതാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. First one, activity 1. Read the following notice. The Nightingale and the Rose, a play presented by the English Club of GGHSS Chalapuram, 21/2006. Dear friends, the English Club of GGHSS Chalapuram has decided to stage the one-act play based on the story The Nightingale and the Rose by Oscar Wilde as a part of annual day celebrations of the school. The members of the English Club have prepared the script and directed the play. Sri Kavalam Narayana Panikkar, renowned poet and theatre personality, has consented to inaugurate the staging of the play. All are welcome. Secretary, English Club, GGHSS Chalapuram. Program details. Date 25/1/2016. Time 4 p.m. Venue School Auditorium. Welcome speech, Secretary, English Club. Presidential address, Headmistress. Inauguration, Sri Kavalam Narayana Panikkar. Felicitation, School Leader, Staff Secretary. Word of thanks, Joint Secretary, English Club. അപ്പോൾ ഇത്രയും ഒരു പ്രോഗ്രാമിൻ്റെ എന്താണിത്? നോട്ടീസ് ആണ് അല്ലേ? നോട്ടീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞേക്കും നോക്കാം. The health club of your school has decided to observe the International Day for the Differently Abled on December 3rd, 2016. As a convener of the club, you have been asked to prepare a notice including all the relevant details of the program. Draft the notice. അപ്പോൾ നമ്മളോട് നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ട എന്താണ് അതിൻ്റെ മോഡൽ എന്ന് പറയാം. അപ്പം നമ്മൾ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കുമ്പോൾ ഏതാണോ സ്കൂൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കണം, നോട്ടീസ് എന്ന് എഴുതിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലബ്ബ് അതിൻ്റെ ഇത് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് കൊടുത്തിട്ട് ബോഡി, ഇത് കണ്ടന്റ് ഇസ് വെരി എസെൻഷ്യൽ. ആ കണ്ടന്റിൽ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതിനുശേഷം ആരാണോ ആ നോട്ടീസ് ഇറക്കുന്നത് അയാളുടെ ഒരു സിഗ്നേച്ചർ വേണം, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പേഴ്സൻ്റെ പേര് വേണം. അപ്പോൾ കാണാം GHSS കണ്ണൂർ നോട്ടീസ് ആണ്, ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ്. അപ്പോൾ നമുക്ക് രണ്ട് ഹെഡിങ് കിട്ടി, നോട്ടീസ് എഴുതിയിട്ടുണ്ട്. 25 January 2016 എന്നൊരു ഡേറ്റും കിട്ടിയിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ദ ഹെൽത്ത് ക്ലബ് ഓഫ് GHSS കണ്ണൂർ ഹാസ് ഡിസൈഡഡ് ടു ഒബ്സർവ് the International Day for the Differently Abled on January 25, 2016 in our school auditorium. The Honorable MLA, Mr. Sadashivan, has consented to inaugurate the function. All are invited. Secretary, signature name കൊടുത്തിട്ടുണ്ട്. Program details.
പ്രയർ സ്റ്റുഡൻസ് ആണ്, വെൽക്കം സ്പീച്ച് സെക്രട്ടറി ആണ്, പ്രസിഡൻഷ്യൽ അഡ്രസ് ദ ഹെഡ് മാസ്റ്റർ, ഇനോഗ്രേഷൻ മിസ്റ്റർ സദാശിവൻ ഹോണറബിൾ MLA ആണ്, ഫെലിസിറ്റേഷൻ സ്കൂൾ ലീഡർ സ്റ്റാഫ് സെക്രട്ടറി ഉണ്ട്, വോട്ട് ഓഫ് താങ്ക്സ് വരുന്നത് ജോയിന്റ് സെക്രട്ടറി ഹെൽത്ത് ക്ലബിന്റെ ആളാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് പ്രോഗ്രാം ഡീറ്റെയിൽസും ആയിട്ട് വേണം ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ അല്ലേ? Activity 2. Most of us take our lives for granted. Despite being physically fit, we keep complaining and making excuses. And here they are, the differently abled people who proved that you do not need 2 hands, legs or eyes to be successful in life. All you need is the willpower and determination. Here are a few people who by means of confidence, faith and courage were able to overcome the physical obstacles and achieve success in life, which the healthy people find difficult to do. അപ്പം നമ്മളിനി കാണാൻ പോകുന്ന കുറേ പേഴ്സണാലിറ്റീസ് ഉണ്ട്. നമ്മൾ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യാറുള്ള കാര്യമാണ് വി കനോട്ട് ഡു എനിത്തിങ്, വി കനോട്ട് അച്ചീവ് എനിത്തിങ് എന്നുള്ളത്. കാരണം ഇങ്ങനെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ മീൻസ് ഡിസേബിൾഡ് പീപ്പിൾ അല്ലെങ്കിൽ ഡിസേബിൾഡിന് പകരം നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ്. അത് ഡിസേബിൾഡിനേക്കാൾ ഒരു നല്ലൊരു വാക്കാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ഡിഫറെൻ്റ് ആയിട്ട് കഴിവുള്ള ആൾക്കാരെന്നാണ് അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ജീവിതമാണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലൂടെ കുറച്ച് പേര് തന്നിട്ടുണ്ട്. ജോൺ മിൽട്ടൺ, നിക്ക് വോയേജ്, ഇത് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടോ? വോയേച്ച് അങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യുക. സ്പെല്ലിംഗ് വരുമ്പോൾ VUGICIC ആണെങ്കിലും വോയേച്ച് എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത് കേട്ടോ. സുധാചന്ദ്രൻ, ഹെലൻ കെല്ലർ, സ്റ്റീഫൻ ഹോക്കിംഗ്, മഹാകവി വള്ളത്തോൾ. ഇതിൽ കുറേ പേര് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഈ നിക്ക് വോയേച്ച് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ അറിയില്ലെങ്കിലും ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങളും അറിയാം ഇയാൾ കണ്ടിട്ടുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ പറയാം. നിക്ക് കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. Read books or browse related websites to get more information about them. Prepare their profile. അപ്പോൾ അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് മനസ്സിലാക്കുക, എവിടെയെങ്കിലും ബ്രൗസ് ചെയ്തിട്ടോ ബുക്ക് വായിച്ചിട്ടോ ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. ഇത്രയും പേരുടെ പ്രൊഫൈൽ 6 പേരുടെ വേണം കേട്ടോ. അപ്പോൾ ജോൺ മിൽട്ടൺ കേട്ടിട്ടുണ്ടോ? ജോൺ മിൽട്ടൺ ദാറ്റ് ഇസ് എ പോയിറ്റ്. 1608 1674 often has been regarded as the greatest poet of his time. He had become blind in both eyes before he composed his most famous work, Paradise Lost. Paradise Lost എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയ ഒരു കൃതിയുണ്ട്. അത് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. അപ്പോൾ ജനിച്ചത് ബ്ലൈൻഡ് ആയിട്ടല്ല, ഇൻ ബിറ്റ്വീൻ ബ്ലൈൻഡ് ആയതാണ്. ഓക്കെ. On the basis of clues in Milton's writing, several possible diagnoses have been advanced to explain his loss of vision. അപ്പോൾ പല ക്ലൂസും വിഷൻ റൈറ്റിങ്സിൽ വെച്ചിട്ട് അവരിങ്ങനെ എന്തുകൊണ്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ഡയഗ്നോസിസ് ഒക്കെ നടത്തിയായിരുന്നു. പക്ഷേ ദർ വാസ് നോ യൂസ്. എന്തായാലും കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം എഴുതിയ ഏറ്റവും മനോഹരമായ ഏറ്റവും വിശ്വപ്രസിദ്ധമായ ഒരു കൃതിയാണ് പാരഡൈസ് ലോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ കണ്ണ് കാണാതിരുന്നാൽ പോലും, അതായത് കണ്ണുണ്ടായിട്ട് ജനിച്ച ഒരാളാണ്, അപ്പോൾ കണ്ണ് കാണാതിരുന്നാൽ പോലും എന്താണ്, നമ്മൾക്കുള്ള കഴിവുകളൊന്നും നഷ്ടപ്പെടുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ്, അതായത് വ്യത്യസ്തമായ കഴിവുകളുള്ള ആൾക്കാർ എന്നുള്ള അർത്ഥം. ഇതാണ് കണ്ടോ, ഇയാളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നിക്ക് വോയേജ് വാസ് ബോൺ ഓൺ 1982 ഇൻ മെൽബൺ, ഓസ്ട്രേലിയയിലാണ് ജനിച്ചത്. നിക്ക് വാസ് ബോൺ വിത്തൗട്ട് ആംസ് ആൻഡ് ലെഗ്സ്, കൈയും കാലും ഇല്ലാതെയാണ് ജനിച്ചത്. ഹി ഹാഡ് നോ ലെഗ്സ് ബട്ട് 2 സ്മോൾ ഫീറ്റ്, കാലുണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് 2 ഫീറ്റ് ഉണ്ടായിരുന്നു. വൺ ഓഫ് വിച്ച് ഹാഡ് ഓൺലി 2 toes, അതിൽ ഒരെണ്ണത്തിൽ 2 toes മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. He became one of the first physically disabled students to enter a mainstream school. സാധാരണ ഒരു സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീം, ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാൾ ഒരു മെയിൻ സ്ട്രീമിൽ പോകുക എന്ന് പറയുന്നത് സാധാരണ അല്ല. അവരങ്ങനെയുള്ള സ്കൂളുകളിൽ മാത്രമേ പോകാറുള്ളൂ. However, his lack of limbs made him a target for the school bullies and he fell into a severe depression. അപ്പോൾ എന്താണ്, സ്കൂളിൽ പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് കുറേ ബാഡ് ചിൽഡ്രൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ബോഡി ഷെയ്മിങ്ങും ഇപ്പം നിങ്ങൾക്ക് അറിയാം, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ ഇത്തിരി വണ്ണം കൂടിക്കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് കറുത്തിരുന്നാൽ അങ്ങനെയൊക്കെ കളിയാക്കും. അപ്പോൾ ഇങ്ങനെ ഒരാളെ അവർ വെറുതെ വിടും. അപ്പോൾ അങ്ങനെ കളിയാക്കി എന്താണ്, ഡിപ്രഷനിലോട്ട് പോയായിരുന്നു. ബട്ട് ഹിസ് പാരൻസ് ലവ്ഡ് ഹിം മോസ്റ്റ് ആൻഡ് ഹി ഡിസൈഡഡ് ടു ഫേസ് ദ ലൈഫ് ആസ് എ ചാലഞ്ച്. പക്ഷേ അച്ഛനമ്മമാരുടെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ലൈഫ് ഭയങ്കര ചാലഞ്ചായിട്ട് എടുത്ത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അല്ലാതെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനെ പോലെയൊന്നും അല്ല അദ്ദേഹം. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഏറ്റവും നല്ല മാതൃകകളാണ്. ഹൗ ടു ലീവ് അവർ ലൈഫ് ബ്യൂട്ടിഫുള്ളി എന്നുള്ളതിന് അല്ലേ? കാരണം അത്രയും മനോഹരമായിട്ടാണ്, ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ട്
കൈയില്ല, കാലില്ല. സി എന്തോരം കുറവാ. നമ്മളെ സംബന്ധിച്ചിട്ട് 2 കൈയും 2 കാലും ഉണ്ടായിട്ട് പല സ്ഥലത്ത് ഓടിയെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ജീവിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. അതൊക്കെ ഒന്ന് ആലോചിക്കണോ. സുധാചന്ദ്രൻ നിങ്ങൾ ടി വിയിലും എന്താണ് ടെലിവിഷൻ എല്ലാത്തിലൊക്കെ ഡാൻസ് പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സുധാചന്ദ്രൻ ഇസ് ആൻ അക്കംപ്ലിഷ്ഡ് ഭരതനാട്യം ഡാൻസർ ആൻഡ് ഇന്ത്യൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ആക്ട്രസ്. ഫിലിമിലും ടെലിവിഷൻ ആക്ട്രസും ഒക്കെയാണ്, ഭരതനാട്യം ഡാൻസർ കൂടിയാണ്. She turned to acting in spite of the loss of a leg in an accident while coming back from Madras with her parents in a car on June 1981 near Tiruchirappalli, തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റിൽ വെച്ചിട്ട് കാലുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ഷീ ഓവർകെയിം ഹർ ഡിസബിലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജയ്പൂർ ഫുഡ്. ജയ്പൂർ ഫുഡ് എന്ന് പറഞ്ഞാൽ വെപ്പുകാല് വെച്ചിട്ടാണ് പിന്നെയുള്ള ഡാൻസ് പ്രോഗ്രാംസും അഭിനയവും ഒക്കെ നടത്തിയിരുന്നത്. ഷീ ബിക്കേം വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി അക്ലെയിംഡ് ഡാൻസേഴ്സ് ഓഫ് ദ ഇന്ത്യൻ സ്ക്രീൻ ആൻഡ് സ്റ്റേജ്. അപ്പോൾ കാല് നഷ്ടപ്പെടുക, ഒരു ഡാൻസറിനെ സംബന്ധിച്ച് കാലുകൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആക്ച്വലി അതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അല്ലേ. എന്നിട്ട് പോലും ഷീ ഡിഡ്ന്റ് ലൂസ് ഹോപ്പ്. അപ്പം അത്രയും എന്താ പറയണ, നമ്മൾ ആ വിൽ പവർ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് അല്ലേ. ഹെലൻ കെല്ലർ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹെലൻ കെല്ലർ വാസ് ദ ഫസ്റ്റ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ് പേഴ്സൺ ടു ഏൺ എ ബാച്ചലർ ഓഫ് ആർട്സ് ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ കണ്ണ് കാണാത്തതും എന്നാൽ ചെവി കേൾക്കാത്തതുമായ, കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ആദ്യത്തെ ആളാണ് എന്താണ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര പേരാണ് പഠിത്തം ബോറടിയാണ് അല്ലെങ്കിൽ പഠിക്കുന്നത് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ. ഇവിടെ കണ്ണില്ല, കാതില്ല, എന്നിട്ടും പഠിച്ച് ഒരു ഡിഗ്രി എടുക്കുകയാണ് ചെയ്യുന്നത്. ഹെലൻ കെല്ലർ വാസ് ബോൺ വിത്ത് ദ എബിലിറ്റി ടു സീ ആൻഡ് ഹിയർ അല്ലേ. കാണാനും കേൾക്കാനും കഴിവുണ്ടായിട്ട് തന്നെയാണ് ജനിച്ചത്. ഒരു പനി വന്നതാണ്, എന്നിട്ട് ആ പനിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ ബ്ലൈൻഡ് ആവുകയും ഡെഫ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് സൂൺ ഷീ ലോസ് ദാറ്റ്. ഷീ വാസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് സംവാട്ട് വിത്ത് ദ 6-year-old daughter of the family cook who understood science. By the age of 7, Keller had more than 60 home science to communicate with the family. ഇതിന് ഏറ്റവും വലിയൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആൻ സിൽവൻ എന്ന് പറഞ്ഞൊരു മിസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഇതിൽ. കാരണം ആൻ സിൽവൻ എന്നൊരു ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഹെലൻ കെല്ലർ എന്നൊരു വലിയൊരു പേഴ്സണാലിറ്റി തന്നെ ഉണ്ടാവില്ലായിരുന്നു. കാരണം അത്രയും ക്ഷമയോടുകൂടെ ഹെലന വീട്ടുകാർക്ക് എന്താണ് പറയാം, അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഹെലൻ ഏതു നേരം. കാണിച്ചു കൂട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കില്ല. അത് കാരണം ഒരു കണ്ണ് കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത കുട്ടിയുടെ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും? വർത്താനം പറയാൻ പറ്റില്ല. കാരണം സംസാരിച്ച് തുടങ്ങണേക്ക് മുമ്പ് ഇതൊക്കെ നഷ്ടപ്പെട്ടു ഹെലനെ. അപ്പോൾ ഹെലൻ വാക്കുകളൊന്നും പഠിച്ചിട്ടില്ല. സോ സ്വയം പറയാൻ അറിയില്ല. നമ്മൾ അക്ഷരങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? കണ്ടും കേട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്, സംസാരിക്കാൻ. അപ്പോൾ ഇതൊന്നും സാധിക്കാത്ത ഒരു കുട്ടിക്ക് പറയാൻ കഴിവുണ്ടെങ്കിലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് വലിച്ചെറിഞ്ഞും ദേഷ്യപ്പെട്ടും ഒക്കെയാണ് തീർക്കുന്നത്. അങ്ങനെയാണ് ഹെലൻ്റെ ജീവിതത്തിൽ ഡാൻസിൽ വന്നൊരു മിസ് കടന്നു വരുന്നതും വളരെ മിറാക്കുലസ് ആയിട്ടുള്ള സംഭവങ്ങൾ പിന്നെ സംഭവിക്കുന്നത്. വളരെ പെട്ടെന്നാണ് പിന്നെ ആൻ സിൽവൻ കൺട്രോൾ ചെയ്യുന്നത് ഹെലനെ. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അത്രയും ക്ഷമയും. ഏത് സമയത്തും നമുക്ക് ഹെലൻ കെല്ലറിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഹെലൻ്റെയോടൊപ്പം കാണാൻ പറ്റുന്ന ഒരു ഫിഗർ തന്നെയാണ് ആൻ സിൽവൻ എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റസ്റ്റ് ടീച്ചർ. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലൈഫിൽ വളരെ വലുതാണ് എന്ന് കാണിച്ചു തരുന്നതാണ് ആൻ സിൽവനും ഹെലൻ കെല്ലറും. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. 2018 അദ്ദേഹം മരിക്കുന്നത് അല്ലേ. had an early onset of a rare slow progressing form of amyotrophic lateral sclerosis, ALS എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. commonly known as motor neuron disease that gradually paralyzed him. അപ്പോൾ പതുക്കെ ഇങ്ങനെ തളർന്നു പോയി അവസാനം സ്വന്തം തല പോലും അങ്ങനെ കൈ പോലും അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒന്നും പറ്റാത്ത ഒരു പേഴ്സണാലിറ്റിയായി സ്റ്റീഫൻ ഹോക്കിംഗ് മാറുകയാണ്. He communicated using a single cheek muscle attached to a speech generating device. അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഹോക്കിംഗ് മാരിഡ് twice and has 3 children. കല്യാണവും കഴിച്ചിട്ടുണ്ട്, കുട്ടികളും ഉണ്ട്. 2 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡിസബിലിറ്റീസിൻ്റെ മനുഷ്യരെല്ലാവരും തന്നെ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആരും ജീവിതത്തെ തോറ്റ് കൊടുക്കാൻ അവർ തയ്യാറല്ല. അപ്പം നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാ. സോ don't do that. Okay, don't ever feel that you are not succeeding. One day that was your day. Okay, that day you will succeed and reach your dreams. അങ്ങനെ തന്നെ വിചാരിച്ച് വേണം പോകാൻ. അപ്പം നമ്മൾ നമ്മുടെ സ്വപ്നത്തിലോട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പേഴ്സണാലിറ്റി നോക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ 1878 ആണ്, 1958 ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ള നമ്മുടെ മലയാളം എഴുത്തുകാരനാണ് അല്ലേ, കവിയാണ്. Popularly known as Mahakavi, was a celebrated poet in Malayalam language, which is spoken in the South Indian state of Kerala. He became totally deaf in 1909. അപ്പോൾ
1909 കണ്ടോ, 1958 മരിക്കുന്നത്. 1909 അദ്ദേഹം കേൾക്കാൻ പറ്റാതെയായി, ഡെഫായി. ദിസ് എഫക്റ്റഡ് നൈദർ ഇസ് ലിറ്റററി പേഴ്സ്യൂട്ട്സ് നോർ ഇസ് ജേർണലിസ്റ്റിക് കരിയർ. ജേർണലിസ്റ്റ് ആയിരുന്നു, ലിറ്റററി പോയിറ്റൊക്കെ ആയിരുന്നല്ലോ. ഇതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ലെന്നുള്ളതാണ്. 1921 ഹി മെറ്റ് ഗാന്ധി ആൻഡ് കെയിം ടു റിഗാർഡ് ഹിം ആസ് എ ടീച്ചർ. അപ്പോൾ ഗാന്ധിനെ കാണുന്നുണ്ട്, ടീച്ചർ ആവുന്നുണ്ട്. ഈ ഫ്രം ദ കേരള കലാമണ്ഡലം ഇൻ 1930. അതിനുശേഷമാണ് അദ്ദേഹം കലാമണ്ഡലം കണ്ടുപിടിക്കുന്നതും. ആൻഡ് ഇറ്റ് ബിക്കെയിം മെയിൻലി ആസ് എൻ ആർട്ട് സെൻറ്റർ ഫോർ കഥകളി. അപ്പോൾ കഥകളിയുടെ ഒരു സ്ഥാപനമായിട്ട്, കഥകളി ഒരു സെൻറ്ററായിട്ട് കലാമണ്ഡലം മാറുന്നുണ്ട്. സി, ആഫ്റ്റർ ഡെഫ്, ഇപ്പം നമ്മളാണ് അവസ്ഥയിലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. ഇനി എന്ത് എന്നുള്ളത് അവിടെ നമുക്ക് ചോദ്യമാണ്. പക്ഷെ ഇവരാരും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ടു ഇൻസ്പയർ ഫ്രം ദം, ടു ഗെറ്റ് മോട്ടിവേഷൻ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കുക. സോ ബിക്കം സക്സസ്ഫുൾ. എന്താണ്, ഇൻ ബിറ്റ്വീൻ വെച്ച് ഒരു യാത്രയും നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നല്ലൊരു മോട്ടിവേഷണൽ കുറേ പേഴ്സണാലിറ്റീസിനെ നമ്മൾ പഠിച്ചു. അടുത്ത ആക്ടിവിറ്റീസിലോട്ട് പോകാം. ലെറ്റ്സ് സ്പീക്ക്. അപ്പം നമ്മുടെ അടുത്ത ആക്ടിവിറ്റി സംസാരിക്കാനുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ സംസാരിക്കാനുള്ള ആക്ടിവിറ്റിയിൽ എന്താ ചെയ്യണമെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, ഫിൽ ഇൻ ദ ബബിൾസ് യൂസിങ് ദ വേർഡ്സ് ഓഫ് ഫ്രേസസ് വിച്ച് ഷോ ക്വാളിറ്റി, അപ്പിയറൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് മിസ് ബീം. കുറേ പേഴ്സണാലിറ്റീസ് തന്നിട്ടുണ്ട് മിസ് ബീമിൻ്റെ. അതിൽ ബാക്കിയുള്ള ബബിൾസ് നമുക്ക് ഫിൽ ചെയ്യാനാണ്. അപ്പോൾ ഗ്രേ ഹെയർ തന്നിട്ടുണ്ട്, മിഡിൽ ഏജ് തന്നിട്ടുണ്ട്, കംഫർട്ടിങ് തന്നിട്ടുണ്ട്. 3 നമുക്ക് ഫിൽ ചെയ്യണം അല്ലേ? അപ്പോൾ 3 എന്ത് വേണം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്ത് വേണം? നമുക്ക് എഴുതാം. അതോറിറ്റേറ്റീവ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? പിന്നെ എന്താണ്? കൈൻഡാണ്. അതോറിറ്റേറ്റീവ് ആണ്, കൈൻഡാണ്, കംഫർട്ടിങ് ഉണ്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എഴുതി ഉണ്ടാക്കണമെന്നല്ല, ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തായിരുന്നു. നമ്മൾ ഓദർ വന്ന് മിസ് ബീമിനെ കാണുമ്പോൾ ഉള്ള പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Now speak about Miss Beam using the words or phrases identify. Miss Beam is very comforting to homesick children. അതാണ്. അപ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ്, തേർഡ്, 4, 5, 6 അത് നമുക്ക് ഫിൽ ചെയ്യണം. ഇവിടെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഒരു ക്ലസ്റ്റർ പോലെയാവും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ മിസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മിസ് ബീം ഇസ് വെരി കംഫർട്ടിംഗ് ടു ഹോം സിക്ക് ചിൽഡ്രൻ. അത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് നോക്കാം. മിസ് ബീം ഇസ് എ മിഡിൽ ഏജ്ഡ് വുമൺ. മിസ് ബീംസ് ഹെയർ ബിഗിൻസ് ടു ടേൺ ഗ്രേ. അത് തേർഡ്. Fourth one, Miss Beam is so kind to all creatures, especially to the students. Fifth one, Miss Beam is very understanding. She is considerate to the problems of the inmates of her school. Sixth one, Miss Beam has a highly authoritative nature. അപ്പോൾ ഇതാണ് നമ്മൾ ഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? Now, develop a character sketch of Miss Beam using the above sentences and present it in the class. Miss Beam is a middle-aged woman. Her hair is beginning to turn grey. She is so kind to all the creatures, especially to the students of her school. She was very understanding to all the problems of the inmates of the school, but she was highly authoritative in her nature. Her round figure was likely to be comforting to her homesick child. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലേ? അപ്പം നമ്മൾ ആക്ടിവിറ്റി 2 പോവുകയാണ്. ആക്ടിവിറ്റി 2. In activity 2 of Let's Write, you have prepared profiles of people who, in spite of their disabilities, were able to achieve success in life. നമ്മൾ കണ്ടാണല്ലോ, ജോൺ മിൽട്ടനെ കണ്ടു, കുറേ പേര് നമ്മളത് റിലേറ്റ് ചെയ്ത് കണ്ടു അല്ലേ? Prepare a presentation about these differently abled people. Describe their life, contributions and other details. Use appropriate photos and posters to support your presentation. Present it before the class. അപ്പോൾ ഇത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളത് പോസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവരുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് അതൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. പ്രൊഫൈലിൽ ഓൾറെഡി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. പോസ്റ്റേഴ്സിൽ എന്തായാലും അത്രയും വലിയ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? ബ്രീഫ് ആയിരിക്കണം അല്ലേ? അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് വേണ്ട. പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്താൽ മതി കേട്ടോ. Let us discover how grammar works. അപ്പോൾ ഗ്രാമർ ആക്ടിവിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 1. Look at the following sentences. നോക്കാം. We teach only those things that are simple. എന്താണ്? We teach only those things that are simple. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ടീച്ചും ആറും അണ്ടർലൈൻ ചെയ്തത്. The real aim of this school is അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Not to teach thought but thoughtfulness. The verbs in the above sentences are in the simple present tense. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ റൂള് എന്താണ്? ഒന്നില്ലെങ്കിൽ അത് V1 ആയിരിക്കും. V1 അറിയാമോ എന്താന്ന്? നമുക്ക് വേർബിന് കുറേ ഫോംസ് ഓഫ് വേർബ് ഉണ്ട്. V1, V2, V3 ആൻഡ് V4.
V1 എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, V2 എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, ആൻഡ് V4 എന്ന് പറയുന്നത് പ്രസന്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് വേർബിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ V1, V2, V3, V4 എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്. അല്ലെങ്കിൽ വേർബിൻ്റെ കൂടെ യെസ് ഓർ ES നമ്മൾ ആഡ് ചെയ്യും. അല്ലെങ്കിൽ വെറുതെ ഇസ്സോ ആറോ ആമോ ഉണ്ടാവും. കണ്ടിന്യൂസ് ആവാൻ പാടില്ല കേട്ടോ. ഓക്കെ, അതാണ്. ഇപ്പം ഐ ആം ഫ്രണ്ട്സി എന്ന് ഞാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ. ഐ ആം എന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഐ ആം എ ടീച്ചർ, ദാറ്റ് ഈസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് വാട്ട് ഐ എം ടെല്ലിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ ഈ സെൻറ്റൻസസ് എല്ലാം തന്നെ എന്തിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കണ്ടോ, ടീച്ച്, ആർ, ഇസ്, മിസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടില്ലേ. സോ ദിസ് ഇസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. Usually, the simple present tense is used to describe actions that are universal or habitual. യൂണിവേഴ്സലോ ഹാബിച്വൽ ആയ കാര്യങ്ങൾ പറയാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറ്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ അല്ലേ, ഹാബിറ്റായിട്ട് യൂണിവേഴ്സൽ ഫാക്റ്റ് ആണത്, അത് മാറുമോ? എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ദേ പ്ലേ ക്രിക്കറ്റ് എവറി സൺഡേ, അതൊരു ഹാബിറ്റാണ് അവരുടെ, എല്ലാ സൺഡേയും അവർ ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ ദ പ്ലേ അത് എന്താണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. Simple present tense can also be used to show planned future actions. Planned future actions പറയാനും simple present tense ഉപയോഗിക്കും. The train from Alappuzha arrives at 5 PM. അപ്പോൾ ട്രെയിൻ ആലപ്പുഴയിൽ 5 മണിക്ക് എത്തും എന്ന് പറയുമ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ് അവിടെ നടത്തുന്നത് അല്ലേ. Now identify the functions of the simple present tense in the following sentences. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഹാബിച്വൽ ആണോ, എന്താണ് പ്ലാൻ ഫ്യൂച്ചർ ആക്ഷൻ ആണോ എന്നൊക്കെ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഐ യൂസ് മൈ ബൈക്ക് ടു റീച്ച് സ്കൂൾ എന്നാണ്, ഹാബിച്വൽ ആണ്, ഹാബിച്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് റെയിൻസ് ആർ ലോട്ട് ഇൻ ചിറാപ്പുഞ്ചി. അപ്പോൾ മഴ എപ്പോഴും ഉണ്ടെന്ന്, അവിടെ എന്താണത്, അതൊരു ഫാക്ച്വൽ ആണ്, ഒരു ഫാക്റ്റ് ആണ് നമ്മൾ പറയുന്നത്, ഒരു ഫാക്ച്വൽ ആണ് കാര്യം പറയുന്നത്. ശ്രുതി വേക്സ് അപ്പ് ഏർലി, അതെന്താണ്, ഹാബിച്വൽ ആണ് അല്ലേ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കാറുണ്ട്, ഹാബിച്വൽ. ഇനി ദ പ്രസിഡന്റ് വിസിറ്റ് ശ്രീലങ്ക നെക്സ്റ്റ് വീക്ക്. അപ്പൊ എന്താണ്, നെക്സ്റ്റ് വീക്ക് ആണ്, നടന്നിട്ടില്ല. അപ്പൊ എന്താണത്, പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് വീക്കിൽ വിസിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അയൺ ഗെറ്റ്സ് റസ്റ്റഡ് ഈസിലി, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ, അതൊരു ഫാക്റ്റ് ആണ്, യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. അയൺ ഗെറ്റ്സ് റസ്റ്റഡ് ഈസിലി. ദേ ലീവ് ദ സിറ്റി ടുമോറോ, നടന്നിട്ടില്ല, നടക്കാൻ പോണെയാണ്. സോ ദാറ്റ് ഈസ് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹാബിച്വൽ ആണോ, പ്ലാൻ ഫ്യൂച്ചർ ആക്ഷൻ ആണോ, എന്താണ് അത് കാണിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ ചെയ്തത്. മൂവിങ് ഓൺ ടു ആക്ടിവിറ്റി 2. അപ്പോൾ ഗ്രാമർ വർക്കിൽ ആക്ടിവിറ്റി 2 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഐ ആം റീഡിങ് എ ബുക്ക്. ആം റീഡിങ്. മിസ് ബീം ഇസ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ ടെറസ്. An old man is plucking roses. They are playing football. He is leaving shortly. ഇതൊക്കെ എന്ത് ടെൻസ് ആണ്, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ? ഇതിൻ്റെ റൂൾ എന്താന്ന് നോക്കിയേ. ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING. ഇതെന്തിൻ്റെ റൂളാ? പ്രസന്റ് പ്രോഗ്രസീവ് ഓർ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ റൂളാണിത്. ഓക്കെ. Are the verbs in the above sentences similar to those given in activity 1? No. വ്യത്യാസമുണ്ട് അല്ലേ. വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടീസ്? വേർബിലെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീസ് വേർബ്സ് ആർ ഇൻ ദ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നൊരു പേരാണ് പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാലും പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓൺ ഗോയിങ് ആണ്, കണ്ടിന്യൂസ് ആണ് ആക്ഷൻ അല്ലേ. വാക്കിംഗ്, ഐ ആം റീഡിങ് എ ബുക്ക്, ഞാനിപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവാണ്. ഐ ആം മിസ് ബീം ഈസ് വാക്കിംഗ്, നടന്നുകൊണ്ടിരിക്കുവാണ്. പ്ലക്കിംഗ്, നടന്നുകൊണ്ടിരിക്കുവാണ്. പ്ലേയിങ്, നടന്നുകൊണ്ടിരിക്കുവാണ്. ലിവിങ്, അതും അങ്ങനെയാണ്. ഓക്കെ. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ്?
മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ഷൻ ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെയാണ് പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യാറും. ഫ്യൂച്ചർ ആക്ഷൻ ദാറ്റ് ഇസ് ഓൾറെഡി പ്ലാൻഡ്. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച ഒരു ഫ്യൂച്ചർ ആക്ഷനെയും നമ്മൾ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കാം. ഫ്രെയിം 2 sentences ഈസ് ഷോയിങ് എനി 2 മേജർ ഫംഗ്ഷൻസ് ഓഫ് ദ പ്രസന്റ് പ്രോഗ്രസീവ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ആക്ഷൻ ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്ക്. രഘു ഈസ് ഡ്രൈവിംഗ് എ കാർ. നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, രഘു ഇപ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ ശ്യാം. അവർ ശ്യാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഇസ് പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ്. ഇനി എന്താ നോക്കാം. ഫ്യൂച്ചർ ആക്ഷൻ ദാറ്റ് ഇസ് ഓൾറെഡി പ്ലാൻഡ്. ഓൾറെഡി പ്ലാൻ ചെയ്ത ഒരു ഫ്യൂച്ചർ ആക്ഷൻ പറയുമ്പോൾ ഷീ ഈസ് ടേക്കിംഗ് ഹർ എക്സാം നെക്സ്റ്റ് മന്ത്. അടുത്ത മാസമാണ് എക്സാം എടുക്കുന്നതെന്ന്. ദ പ്രൈം മിനിസ്റ്റർ ഇസ് കമ്മിങ് ടുമാറോ. പ്രൈം മിനിസ്റ്റർ നാളെയാണ് വരുന്നത്. അവിടെയും നമ്മൾ എന്താണ്? പ്രസന്റ് പ്രോഗ്രസീവ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് മന്ത് ടുമാറോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫ്യൂച്ചർ ആണ് എങ്കിലും നമ്മളവിടെ ഫ്യൂച്ചർ ടെൻസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഈസ് ടേക്കിംഗ്, ദ പ്രൈം മിനിസ്റ്റർ ഇസ് കമ്മിങ്. മനസ്സിലായല്ലോ? അതാണ് പ്രസന്റ് പ്രോഗ്രസീവ് ടെന്നിന്റെ യൂസേജ്. ആക്ടിവിറ്റി 3. You have already learned how a head noun in the noun phrase is expanded by adding certain words or phrases before and after it. You also know the category of words that can be added before and after the head noun, don't you? നമ്മൾ ഫ്രേസിൽ ആഡ് ചെയ്ത് ഒരു സെൻറ്റൻസ്, ഒരു നൗൺ ഫ്രേസ്, നൗൺ തന്ന നൗൺ ഫ്രേസ് ആക്കി അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കാം. ലുക്ക് ഹൗ എ ഹെഡ് നൗൺ ഇസ് എക്സ്പാൻഡഡ് ബൈ ആഡിങ് ദീസ് കാറ്റഗറീസ് ഓഫ് വേർഡ്. അപ്പോൾ ഇതാണ് ഹെഡ് നൗൺ, ഗേൾ. അപ്പോൾ എ ഗേളായി, എ സ്മാർട്ട് ഗേളായി, എ സ്മാർട്ട് ഗേൾ ഇൻ ദ സ്കൂളായി, എ സ്മാർട്ട് ഗേൾ ഇൻ ദ സ്കൂൾ ഹു ടൈഡ് ഹർ ഐസ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നൗ എക്സ്പാൻഡ് ദ ഫോളോയിങ് നൗൺസ് ഇൻ ദ എബവ് മാനർ. 2 നൗൺസ് തന്നിട്ടുണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഗാർഡനറും ഒന്ന് ടീച്ചറുമാണ് തന്നിരിക്കുന്നത്. ചെയ്തിട്ടുണ്ട്. ഗാർഡനർ, garden, a garden, a beautiful garden in the school, a beautiful garden in the school where we play. അതാണ് തന്നിരിക്കുന്നത്. ഇനി ടീച്ചർ, a teacher, a good teacher in my village who gave me ഗൈഡൻസ്. അങ്ങനെ നമ്മൾ ആ ടീച്ചർ എന്ന നൗണിനെ, ഹെഡ് നൗണിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അഡ്ജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രപ്പോസിഷൻസും എല്ലാം ഉണ്ട്. ഓൾറെഡി നമ്മൾ പല സെക്ഷനിലായിട്ട് പല ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചിട്ടുള്ള കണ്ടന്റ് ആണ് ഇത് കേട്ടോ. ലെറ്റ്സ് എഡിറ്റ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് എഡിറ്റ് ആണ്. ലെറ്റ്സ് എഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ്? എന്തെങ്കിലും എറേഴ്സ് അതിലുണ്ടാവും, അതൊന്ന് തിരുത്തണം. അതാണ് നമ്മുടെ പണി. Read the following passage written by a student of class 8. There are some errors in it which are underlined. Edit the errors. അപ്പോൾ കുറച്ച് എറേഴ്സ് ഉണ്ട്, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട് പാസേജിൽ. അത് എന്താണ്? തിരുത്തേണ്ടതാണ് നമ്മുടെ പണി. The writer had heard a lot about Miss Beam's school, but he had never visited. One day he got the opportunity to visit it. On entering the campus, he see no one except a girl of 12. Her eyes were covered on a bandage. A little boy of about 8 was guiding her between the flower beds in the garden. The girl stopped. She evidently asked her guide about the writer. The boy seemed to describe the writer to her. The writer went into the building and met the head of the school. Miss Beam was the principal for the school. She was a mother figure for the young boys and girls in the school. The writer asked Miss Beam some questions of her scholastic methods. Miss Beam said that there was not many scholastic education. The boys were taught spelling, addition, subtraction, multiplication and writing only. The rest was done by reading to them and with lectures. അപ്പോൾ കുറേ എറേഴ്സ് ഉണ്ട്. അപ്പോൾ എറേഴ്സ് എഡിറ്റ് ചെയ്ത പാസേജ് ഞാനിവിടെ തന്നിട്ടുണ്ട്. Now rewrite the passage after editing it. The writer had heard a lot about Miss Beam's school, but he had never visited it. One day he got the opportunity to visit it. On entering the campus, he saw no one except a girl of 12. Her eyes were covered with a bandage. A little boy of about 8 was guiding her between the flower beds in the garden. The girl stopped. She evidently asked her guide about the writer. The boy seemed to describe the writer to her. The writer went into the building and met the head of the school. Miss Beam was a principal of the school. She was a mother figure for the young boys and girls in the school. The writer asked Miss Beam some questions about her scholastic methods. Miss Beam said that there was not much scholastic education. The boys were taught spelling, addition, subtraction, multiplication and writing only. The rest was done by reading to them and through lectures. അപ്പോൾ ചിലയിടത്ത് പ്രപ്പോസിഷൻ ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ളത്, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ ദ എറേഴ്സ് ആർ ബീൻ എഡിറ്റഡ് അല്ലേ. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്, ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്.
അപ്പോൾ ഇനി നമ്മൾ ലാംഗ്വേജ് ഭാഷയായിട്ട് കളിക്കാൻ പോവാണ്. കളിക്കാൻ പോകുന്നതാണ്. ഇറ്റ്സ് എ ഫൺ ആക്ടിവിറ്റിയാണ്. ഓക്കെ, read the following sentence. The author went round the school to observe how it functions. In the word observe, ശ്രദ്ധിച്ചേക്കണം, another small word is hidden. The word is see. Okay, SEE അല്ലേ, നമുക്കിവിടെ കാണാം SEE, ഒരു സ്മോൾ വേർഡ് അതിൽ ഹിഡൻ ആണ്. ലുക്ക് അറ്റ് ദ വേർഡ് ചിക്കൻ. ഇനി കാണാവുന്നത് ചിക്കൻ ആണ്. ലെറ്റ് us റൈറ്റ് ഇറ്റ്. അപ്പോൾ ഇത് നോക്കിയേ, ഇതിൽ 3 എണ്ണം ക്യാപിറ്റൽ ലെറ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ, ചിക്കൻ. ആൻഡ് പുട്ട് ടുഗദർ ലെറ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. വാട്ട് വി ഗെറ്റ് ഹെൻ. ഹെൻ എന്നൊരു വേർഡ് കിട്ടി. ചിക്കനിൽ നിന്ന് നമുക്ക് ഹെൻ എന്നൊരു വേർഡ് കിട്ടി. സോ വി ഹാവ് എ ഷോർട്ടർ വേർഡ് ഹെൻ വിത്തിൻ ദ വേർഡ് ചിക്കൻ. അപ്പൊ ചിക്കൻ എന്ന വേർഡിൽ ഹെൻ എന്നൊരു ഷോർട്ട് വേർഡ് നമുക്ക് കിട്ടി. ഇതിനെ പറയുന്ന ഒരു പേരുണ്ട്. യു ഹാവ് സീൻ ദ പിക്ചർ ഓഫ് എ കാംഗ്രൂ അല്ലെ, കാംഗ്രൂ എന്നാണ് പറയാ, കങ്കാരു എന്നൊന്നും പറയൂല, കാംഗ്രൂ. ഹാവൻറ്റ് യു, കണ്ടല്ലോ. ഹാവ് യു സീൻ ഇറ്റ്സ് ബേബി. ബേബിനെ കണ്ടിട്ടില്ലേ? എവിടെയാണ് ബേബി ഉണ്ടാവുക? നോക്കിയേ, where does the mother kangaroo carry its baby? in a pouch in its body അല്ലേ, പൗച്ചിലാണ്, ബോഡിയിൽ ഒരു പൗച്ചിൽ ക്യാരി ചെയ്തിട്ടാണ് മദർ കാംഗ്രൂ പോവാറ്. അപ്പോൾ നമ്മുടെ ഈ വേർഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാംഗ്രൂ വേർഡ്സ്. Kangaroo words are like this animal. They are marsupial words that carry smaller versions of themselves, that is joy words. Kangarooന്റെ ബേബിനെ വിളിക്കുന്ന പേരാണ് ജോയ്. അപ്പോൾ ആ ജോയ് വേർഡ്സ് ഉണ്ട് വിത്തിൻ ദെയർ സ്പെല്ലിങ്സ്. അപ്പോൾ ആ സ്പെല്ലിങ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്മോളർ വേർഡ് ഉണ്ടാവും. സോ ദാറ്റ് വേർഡ്സ് ആർ കോൾഡ് ജോയ് വേർഡ്സ്. They are words that contain other smaller words within them that have the same meaning. ഒരുവിധം സെയിം മീനിങ് തന്നെയുള്ള വേർഡ്സ് തന്നെയായിരിക്കും അത്. Look at the word exhilaration. Exhilaration ഉള്ള word which means to make someone feel very happy and excited. അല്ലേ, elation is a word that can be formed from the word. What does the word elation mean? അപ്പോൾ elation അതേ എക്സാക്ട് മീനിങ് ആണ് വരുന്നത്. Look at some other words too. Regulate ചെയ്യുന്ന റൂൾ ചെയ്യുക അല്ലേ, indolent, idle, encourage, urge, destruction, ruin, devilish, evil and masculine, male. അപ്പോൾ അതിനോട് സെയിം റിലേറ്റഡ് വരുന്ന ഒരു വേർഡ് തന്നെയാണ് എന്താണ് നമ്മൾ ജോയി വേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ലെറ്റ്സ് സീ ഹൗ ഗുഡ് യു ആർ വിത്ത് കാംഗ്രൂ വേർഡ്സ്. അപ്പോൾ കാംഗ്രൂ വേർഡ്സ് നിങ്ങൾ എത്രത്തോളം കഴിവുള്ളവരാണ് കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി. ക്യാൻ യു സ്പോട്ട് ദ ജോയ് ബേബി കാംഗ്രൂ വേർഡ് ഹിഡൻ ഇൻ ഈച്ച് ഓഫ് ദീസ് വേർഡ്സ്? കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ ജോയി വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിമെമ്പർ ദ ലെറ്റേഴ്സ് ഓഫ് ദ സ്മോളർ വേർഡ് ഷുഡ് ഒക്കർ ഇൻ ദ സെയിം സീക്വൻസ് ആസ് ഇൻ ദ പാരന്റ് വേർഡ്, ദോ ദേ നീഡ് നോട്ട് കം കോൺസിക്വന്റ്ലി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ചിക്കൻ എന്ന വേർഡ് നേരത്തെ നമുക്ക് തന്നതാണ് അല്ലെ, നമ്മൾ അതിൽ നിന്ന് ഹെൻ എന്ന കാംഗ്രൂ വേർഡ് കണ്ടുപിടിച്ച്. ഈ ഹെന്ന് നോക്കിയേ, HEN ഓർഡറിലാണ് അല്ലേ. നമ്മൾ ഈ വേർഡ് നമുക്ക് സ്മോളർ വേർഡ് എടുക്കാം, പക്ഷെ ആ സീക്വൻസ് തെറ്റാൻ പാടില്ല. HNE നമ്മൾ ഒരു വേർഡ് കിട്ടാൻ പാടില്ല. നമുക്ക് HEN എന്നൊരു വേർഡ്, ആ ഓർഡർ തെറ്റാൻ പാടില്ല. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് മീൻ ബൈ സെയിം സീക്വൻസ് വേണം. പാരന്റ് വേർഡിലെ സെയിം സീക്വൻസ് ആയിരിക്കണം. അത് കോൺസിക്വന്റ്ലി വരണമെന്ന്, അടുത്തടുത്തുള്ള വേർഡ്സ് തന്നെ വരണമെന്ന്, ലെറ്റേഴ്സ് തന്നെ വരണമെന്ന് പക്ഷെ നിർബന്ധം ഇല്ല. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിക്ലൈൻ എന്ന വേർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. റിക്ലൈനിലെ വേർഡിലെ നമ്മൾ കണ്ടുപിടിക്കാൻ പോണ വേർഡ് എന്ന് പറയുന്നത് ലൈ ആണ്. എല്ലോ കൊണ്ട് ചെയ്യാം. ലൈ നമ്മൾ കണ്ടുപിടിച്ച വേർഡ് ലൈ ആണ്. ഇനി എന്താണ്? റോട്ടൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എഴുതാൻ പോകുന്നത് റൗണ്ട് ആണ്. ഇൻഹെറിറ്റർ എന്ന് പറയുമ്പോൾ ഹയർ എന്ന വേർഡ്. കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ക്യാൻ അല്ലേ, കണ്ടെയ്നർ, ടിന്നും ഒക്കെ നമുക്കതിൽ യൂസ് ചെയ്യാം. ക്യാൻ ആണെങ്കിലും CAN കണ്ട, നമ്മൾ സീക്വൻസ് തെറ്റാതെയാണ് ഇവിടെ എഴുതുന്നത്. സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് സാർ, ഒരു റിലേറ്റഡ് വേർഡ് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. എലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം? ലോൺ എന്ന് എഴുതാം. ഇനി സാൽവേജ് എന്ന് പറയുമ്പോൾ സേവ്. ഫീസ്റ്റ് എന്ന് പറയുമ്പോൾ ഈറ്റ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ കാട്ട് എഴുതാം. റൂട്ടീൻ എന്ന് പറയുമ്പോൾ റോട്ട് എഴുതാം. സോ ദീസ് ആർ ദ കാംഗ്രൂ വേർഡ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാംഗ്രൂ വേർഡ്സ് എന്താണെന്ന് നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കാംഗ്രൂ വേർഡ്സിൻ്റെ ലെറ്റേഴ്സ് നമുക്ക് സെയിം സീക്വൻസ് ഫോളോ ചെയ്യണമെന്ന്
നിർബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കണം, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞു. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസും കൂടുതൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ വേണമെങ്കിൽ എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ദ സ്കൂൾ ഫോർ സിമ്പതി അല്ലേ? E.V. Lucas എഴുതിയ ദ സ്കൂൾ ഫോർ സിമ്പതി വാസ് എ ഗ്രേറ്റ് ചാപ്റ്റർ വിച്ച് ടെൽസ് us that we must also show care and love to the others അല്ലേ? അപ്പോൾ നമ്മൾ ആ സെയിം സിറ്റുവേഷനിൽ വരുമ്പോൾ ഹൗ ഡു വി ഫീൽ, ദാറ്റ് ഇസ് വാട്ട് ദ ചാപ്റ്റർ ടെൽസ്. അപ്പോൾ ആ സ്കൂൾ എന്ന് പറയുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂളായിരുന്നു അല്ലേ? അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഇന്നത്തെ സ്കൂളിംഗ് വിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യോ? മേ ബി യു ലൈക്ക്, കാരണം ആദ്യം പഠിക്കാനുള്ള എന്നതാണ് റീസൺ എന്നുണ്ടെങ്കിൽ സോ സോറി, അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുണ്ടാവും. സോ അങ്ങനെ ഒരു മടി പിടിച്ച് അപ്പുറത്തോട്ട് പോകരുത്. നമ്മൾ ഒരു ഗുഡ് ഹാർട്ടായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഉദ്ദേശത്തോടു കൂടി വേണം അങ്ങനെയുള്ള സ്കൂൾസിൽ ജോയിൻ ചെയ്യാൻ. ഈവൻ നമുക്ക് അങ്ങനെയുള്ള സ്കൂൾസ് ഒന്നും നമ്മുടെ അടുത്തുനിന്ന് അവൈലബിൾ ഇല്ലെങ്കിലും നമുക്ക് ഈ ബുള്ളിങ് ഒന്ന് നിർത്താം. കാരണം നമുക്കറിയാം അവരൊക്കെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് നമുക്ക് കണ്ണ് കാണാം. ഡിസേബിൾഡ് എന്ന വേർഡിനെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് അവർക്കുമുണ്ട് മഹത്വം എന്ന് നമുക്ക് തിരിച്ചറിയാം. അല്ലെങ്കിൽ അവരെന്തോരം പണിപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഫോർ 1 day യു പ്രിറ്റൻഡ് ലൈക്ക് ദാറ്റ് യു ഹാവ് സം പ്രോബ്ലംസ്. ഒരു ദിവസം നമുക്ക് ഇത്രയും കുഴപ്പങ്ങളുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു കെൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദെയർ മെൻറ്റാലിറ്റി, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്കൂൾ ഫോർ സിമ്പതി ഒരു മോറൽ ലെസൺ ആണ് നമുക്ക് തരുന്നത്. How to understand other people's problems and differently abled people. അതാണ് നമുക്ക് പറഞ്ഞു തരുന്ന തീം അല്ലേ? സോ ആ പാഠം തരുന്നത് ഒന്നും ഇവിടെ മറന്നു കളയാനുള്ള കാര്യങ്ങളല്ല. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ടു യുവർ ലൈഫ് ലോങ് തിങ്. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന മോട്ടിവേഷൻസും അതുപോലെയാണ് നമുക്ക് എടുക്കാവുന്നതാണ്. സോ വെൻ എ പ്രോബ്ലം അറൈസ്, ഡോണ്ട് ഫീൽ afraid and don't do anything bad. Okay, because there is an entire life in front of you. അപ്പോൾ never stop your journey in between. Problems are there, ഉറപ്പായിട്ടും എല്ലാവരുടെ ജീവിതത്തിലുള്ള കാര്യമാണ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓവർകം ചെയ്യുക എന്നതിലാണ് നമ്മുടെ മിടുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ല ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ചാപ്റ്റേഴ്സും സമ്മറിയും ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാവർക്കും മനസ്സിലായില്ലേ? മിസ് വീണ്ടും അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ചിൽഡ്രൻ.